വിശുദ്ധ കുർബാനയിലെ സൗഖ്യം നൽകുന്ന ഈശോ എന്ന വിഷയത്തെപ്പറ്റി പറയുന്ന ഇന്ന് ഞാൻ ബൈബിൾ കിടക്കുന്ന മുമ്പായിട്ട് എൻ്റെ ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരംഭിക്കണമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നിങ്ങൾക്കറിയാം, മാനസികമായിട്ട് ഏറെ ആഘാതങ്ങൾ, വേദനകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ, ഏറ്റവും കൂടുതലായിട്ട് ഞാൻ തളർന്ന ഒരവസരമായിരുന്നു. എന്നെ തസ്കരന്മാർ പിടിച്ചുകൊണ്ടുപോയത് 1993. നിങ്ങളിൽ പ്രായമുള്ളവർക്ക് ആ വാർത്ത ഓർക്കുന്നുണ്ടായിരിക്കും. പത്രത്തിൽ കൂടെ ഉണ്ടായിരുന്നു മഞ്ഞാക്കൽ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് 6 മാസക്കാലത്തോളം നീണ്ടു നിന്ന കേസ് അവസാനം തള്ളിപ്പോയിരുമല്ല നിങ്ങൾക്കറിയാം. പ്രിയമുള്ളവരെ, ഞാൻ വിവരിച്ച് പറയുന്നില്ല. ഞാൻ അന്ന് കാലത്ത് ഓടിപ്പിടിച്ച് പ്രസംഗിച്ച് നടക്കുന്നു. മാനന്തവാടിയിൽ ഒരു വലിയ കൺവെൻഷൻ ഉണ്ട്. അതിൽ സംബന്ധിക്കുവാൻ എന്നെ ബിഷപ്പ് ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കൺവെൻഷൻ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അത് കാഞ്ഞിരപ്പള്ളിൽ. ഞാൻ ഇടതടവില്ലാതെ പ്രോഗ്രാമിന് പോകുമായിരുന്നു, വിശ്രമമില്ലാതെ. നിങ്ങൾക്കറിയത്തില്ല എങ്കിൽ വൈകിട്ടത്തെ മലബാർ എക്സ്പ്രസ്സിന് പോകുന്നു. പിറ്റേ ദിവസം വന്നിട്ട് പുളിയം മല, അത് നിങ്ങൾക്കറിയാം, ഹൈറേഞ്ചിലാണ്. അവിടെ കൺവെൻഷന് പോകണം. അപ്പോൾ ഇതെല്ലാം പ്ലാനുണ്ട്. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് ഇവിടെയുള്ള എൻ്റെ വോളണ്ടിയേഴ്സ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിട്ടു. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അടിയിലത്തെ ബർത്തിൽ എനിക്ക് ബർത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു സ്ത്രീ കടന്നു വന്നത്. ഒരു ഗർഭിണിയും കയ്യിലൊരു കുട്ടിയുണ്ട്. അവിടെ സീറ്റ് മുകളിലാണ്. അപ്പോൾ അവളെ കിടന്ന് കണ്ടക്ടറോട് പറഞ്ഞു, എനിക്ക് അടിയിലേക്ക് സീറ്റ് തരണം, എനിക്ക് മുകളിൽ കയറാൻ പറ്റില്ലെന്ന്. ആ വഴക്ക് കേട്ടപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങി മുകളിലോട്ട് കയറി അവൾക്ക് താഴത്തെ സീറ്റും കൊടുത്തു. ഒരു ചെറിയ പരോപകാരം ചെയ്യാൻ സാധിച്ചല്ലോ എന്ന സന്തോഷവും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഉറങ്ങി. അന്നൊക്കെ നല്ല ഉറക്കമുള്ള കാലം, ഇന്നത്തെ പോലല്ല. കിടന്നാൽ കണിശമായിട്ട് 5-6 മണിക്കൂറെങ്കിലും നല്ലപോലെ ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ 2 മണിക്കൂർ ഉറങ്ങിയാൽ അത് വലിയ ഉറക്കമാണ്. പ്രൈസ് ദ ലോർഡ്. ഏതായാലും ശരി, ഞാൻ കേൾക്കുന്ന അർദ്ധരാത്രിയിൽ എന്നോട് പറയാ, മഞ്ഞാക്കളച്ച നമുക്ക് ഇറങ്ങാറായി. ഞാൻ പെട്ടെന്ന് വാച്ച് നോക്കി. ഇറങ്ങാറാകുന്നത് 4:05 ആകുമ്പോൾ കോഴിക്കോട്ടാണ്. ഞാൻ നോക്കിയപ്പോൾ 12 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാം എവിടെയാണ് ട്രെയിൻ, തൃശ്ശൂരാണെന്നറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, തൃശ്ശൂർ ആരേ ഉള്ളല്ലോ, ഞാൻ കോഴിക്കോട്ട് വന്നില്ലല്ലോ. കോഴിക്കോട്ടു നിന്ന് എന്നെ കാറയിൽ മാനന്തവാടി കൊണ്ടുപോകുന്നുള്ളതായിരുന്നു അത് പറഞ്ഞു വെച്ചിരുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ അയാൾ പറഞ്ഞു, കുണ്ടുകുളം പിതാവ് നമ്മുടെ കൂടെ വരുന്നുണ്ട്. കുണ്ടുകുളം പിതാവിൻ്റെ കാറിൽ പോകാനായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇടപാട്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം, കുണ്ടുകുളം പിതാവ് അന്നത്തെ തൃശ്ശൂരെ ബിഷപ്പ് ആയിരുന്നു. മാത്രമല്ല എൻ്റെ ഒരു വലിയ ഫ്രണ്ട്, കാരിസ്വാനി പലപ്പോഴും ഒന്ന് പ്രസംഗിച്ചിട്ടുള്ള ആൾ. അതുകൊണ്ട് എന്നെ ഒത്തിരി സ്നേഹിച്ച ഒരു പിതാവായിരുന്നു. ഇതൊക്കെ കൗശലപൂർവ്വം അറേഞ്ച് ചെയ്തായിരുന്നു, ഓർക്കണം നിങ്ങൾ. ഞാനപ്പോൾ സന്തോഷപൂർവ്വം ചാടി ഇറങ്ങി. എൻ്റെ കയ്യിലൊരു സഞ്ചിയേ ഉള്ളൂ. അന്നൊക്കെ ഒരു ഊറാൻ സഞ്ചി ഉണ്ടാണ്, ഈ കരിസ്മാറ്റിക് സഞ്ചി എന്നും പറഞ്ഞ്. അതിനകത്ത് ഒരു ബൈബിളും എൻ്റെ ഒരു സ്പെയറായിട്ടുള്ള ലോഹയും ടവലും പിന്നെ 10,000 രൂപ ഉണ്ടായിരുന്നു. കാരണം പുളിയമ്മലേക്ക് പോകുമ്പം പാവപ്പെട്ട ഒരു സ്ത്രീക്ക് മകളുടെ കല്യാണത്തിന് വേണ്ടി കൊടുക്കാനുള്ള സംഭാവനയുമായിരുന്നു. അതും ഇതിനകത്തുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അവിടുന്ന് ഞാൻ സന്തോഷമായിട്ട് ഇറങ്ങി പോകുന്ന വഴി എൻ്റെ 2 ചെറുപ്പക്കാരാണ്, വെള്ള വസ്ത്രമൊക്കെ ധരിച്ചവർ. അവർ നല്ല ഫെമിലിയറായിട്ട് നല്ലപോലെ അറിയുന്ന പോലെ സംസാരിച്ചു. മഞ്ഞാക്കൽച്ചാന്ന് വിളിച്ചപ്പം സാധാരണക്കാർ ഞാൻ വലിയ പരിചയമില്ലാത്തൊരു ജെയിംസ് വെച്ചാന്നേ വിളിക്കുള്ളൂ. അടുപ്പമുള്ളവരാണ് മഞ്ഞാക്കൽച്ചാന്ന് വിളിക്കുന്നത്, വീട്ടുപേര് കൂട്ടി. അപ്പോൾ ഞാൻ ഓർത്തിവർക്ക് എന്നെ നല്ല പരിചയം. അച്ഛാ ഭയങ്കര കൺവെൻഷൻ, നല്ല ആൾ, 50,000-ഓളം പേരുണ്ട്. ഇന്ന് അച്ഛൻ വരുന്നതുകൊണ്ട് കൂടുതൽ ആൾ വരും വെച്ചാൽ. ധാരാളം രോഗശാന്തികളും അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ കൂടെ നടക്കുന്നത്. എന്നിട്ട് സ്റ്റേഷനിൽ ചെല്ലുമ്പം ഒരു കറുത്ത കാറ്. നിങ്ങൾ ഓർക്കണം, അന്നൊക്കെ VIP കാർ എന്ന് പറഞ്ഞാൽ അംബാസഡർ കാർ, കറുത്തതായിരുന്നു. വലിയ ഇന്നിപ്പം അതില്ല, അംബാസഡർ കാർ പോയി. ഇന്നാണ് മറ്റുള്ള കാറുകളൊക്കെ ഇറങ്ങിയത്, ഫോറിൻ കാറൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തു, ഇത് പിതാവിൻ്റെ കാറായിരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഈ കാറിലാണ് നമുക്ക് പോകേണ്ടത് എന്ന് 2 പേരും കൂടെ ചൂണ്ടിക്കാണിച്ച്, അതെ, എൻ്റെ ബാഗ് എന്ന് പറഞ്ഞാൽ ഈ സഞ്ചി എൻ്റെ തോളിൽ നിന്ന് അവർ പിടിച്ചിരിക്കുകയാണ്. അകത്തോട്ട് കയറ്റി. ഞാൻ കയറി. സംഗതി മുഴുവൻ മാറി. കതക് വലിച്ചടച്ചു. പിള്ളേർ അപ്രത്യക്ഷണമായി. 2 ചെറുപ്പക്കാരും. അകത്ത് ഗുണ്ടാകളായിരുന്നു. പിന്നെ എനിക്കിട്ട് അടിയും ചീത്തയും തെറിയും കായും പൂവെല്ലാം കൂട്ടി. അവരെൻ്റെ കൈ പിടിച്ച് ഒലച്ചു, ഒടിച്ചു. മാത്രമല്ല എൻ്റെ കാല് ഒടിച്ചു. അതിനിടയ്ക്ക് പറഞ്ഞ മുഴുവൻ സഭയ്ക്കെതിരായി, ഞങ്ങളുടെ സഭയുടെ നയങ്ങൾക്കെതിരായി പറയുന്നവരെ ഞങ്ങൾ വച്ചേക്കില്ല. ഞങ്ങളുടെ പിതാവിനും ഞങ്ങളുടെ സമൂഹത്തിനും എതിരായിട്ട് പറയുന്നതിനെ വച്ചേക്കില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, എന്നെ പിടിച്ചത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ ഹിന്ദുക്കളോ മുസ്ലിങ്ങളൊന്നുമല്ല, നമ്മുടെ കത്തോലിക്ക തന്നെയാണ്. ഭാഷ തനി കോട്ടയം ഭാഷ, കായും പൂവും ചൂവും ഒക്കെ കൂട്ടിയായിരുന്നു. തൃശ്ശൂർ ഭാഷയൊന്നുമല്ല. അപ്പോൾ എൻ്റെ മനസ്സിലായി, സ്വന്തക്കാർ തന്നെയാണ്, ഞാൻ ആരുടെ ഇടയിൽ പ്രവർത്തിച്ചു അവരാണെന്ന്.
ഞാൻ കരഞ്ഞ് വിളിച്ചു പറഞ്ഞു, ദയവായിട്ട് ഞാനൊന്നും ചെയ്യരുത്, ഞാനൊരു അച്ഛന്മാർക്കെതിരായിട്ടോ സഭയ്ക്കെതിരായിട്ടോ ഒരിക്കലും സംസാരിച്ചിട്ടില്ല, ഞാനൊരു വൈദികനാണ്, എന്നെ കൊല്ലരുത്, ഞാൻ ഓർത്ത് എന്നെ കൊല്ലാൻ കൊണ്ടുപോകാണെന്ന്. വണ്ടി വളരെ സ്പീഡിൽ എടുത്തു. എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. കണ്ണ് മൂടിക്കെട്ടി. അവിടുന്ന് ഒത്തിരി അടിയിടിയും തൊടിയെല്ലാം തന്നു. അത് പറഞ്ഞാൽ ഒരു 5-6 മണിക്കൂറെങ്കിലും വണ്ടി പോയി കാണും. സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി എന്നെ ഒരു കക്കൂസിലിട്ട് അടച്ചു. കക്കൂസിനകത്തൊരു പൈപ്പേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊന്നുമില്ല, വെള്ളം കുടിക്കാനായിട്ട്. അകത്ത് പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. 5 ദിവസം ആ കക്കൂസിലായിരുന്നു എൻ്റെ വാസം. അപ്പോൾ തന്നെ മുറിവെല്ലാം ഈച്ച എടുക്കാൻ തുടങ്ങി. ആഹാരമൊന്നും കിട്ടിയില്ല. 5 ദിവസവും വെള്ളം പൈപ്പിൽ നിന്ന് കുടിക്കും. ഒത്തിരി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ നിറവ് കിട്ടിയ അനുഭവം. എൻ്റെ ബൈബിൾ ഉണ്ടായിരുന്നു, സഞ്ചി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ബൈബിൾ കൂടെ വായിച്ചു. അന്ന് ഞാൻ ചില ഗീതങ്ങൾ എഴുതി. അത് മുളവന ബേവിച്ചൻ സംഗീതം പറഞ്ഞ ഒരു കാസറ്റ് പിന്നീട് ഇറക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഒത്തിരി ദൈവാനുഭവം, ദൈവം എന്നോട് സംസാരിച്ച നിമിഷങ്ങളായിരുന്നു 5 ദിവസങ്ങൾ എന്ന് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പറയാം. അതേസമയം ശരീരത്തിൻ്റെ വേദന, മനസ്സിൻ്റെ വേദന, ദൈവം ഇത് ആരാണ് ഈ പങ്കപ്പാട് എന്നോട് ചെയ്തത്? ഞാൻ കരിസ്മാറ്റിക്കായ കാലം മുതൽ വചനം പ്രഘോഷിച്ച് ജാതി മേധ റീത്ത് മെന്നിയെ നടക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം അപ്പം അതൊക്കെ എൻ്റെ മനസ്സിൽ ആകാംക്ഷ, വിഷമമെല്ലാം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇടയ്ക്ക് 4-ാം ദിവസം എനിക്ക് വില പറഞ്ഞ് കരിസ്ഭവനിലേക്ക് ഫോൺ വിളിച്ചു. കുഴിപ്പലച്ചന് അച്ഛനില്ലായിരുന്നപ്പോൾ റോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ടെലിഫോൺ എടുത്തത്. അവരോട് പറഞ്ഞത്, കറുത്ത ഉടുപ്പിട്ട് വെളുത്ത ഉടുപ്പിട്ട് കറുത്ത പാൻസുമായിട്ട് ഒരാൾ 1 ലക്ഷം രൂപയുമായിട്ട് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ വരുന്ന പക്ഷം എന്നെ വിട്ടയക്കുമെന്ന്. അതിന് പിന്നെ പോലീസുമായിട്ട് ഇടപാട് ചെയ്ത് അങ്ങനെ ചാക്കോച്ചൻ അങ്കിൾ എന്ന് പറയുന്ന കോട്ടയത്തുള്ള ഇവിടുത്തെ ഒരു വോളണ്ടിയറായിരുന്നു. അങ്കിളിനായിരുന്നു ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം അവിടെ വരികയൊക്കെ ഉണ്ടായി. പക്ഷേ അവിടെ ആരും വന്നുമില്ല, രൂപ മേടിച്ചുമില്ല. അതൊരു കഥയായിരുന്നു. അതിനുശേഷം 5-ാം ദിവസം എന്നെ പുറത്തിറക്കി വിട്ടു. അത് മുഴുവൻ പറയാൻ നേരമില്ല. അപ്പോൾ എന്നെ കൊണ്ട് ഇറക്കി വിട്ടത് കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ ആണ്. ബസ് സ്റ്റാൻഡിൽ ഞാൻ കിടക്കുന്നു. അപ്പം ഞാൻ എൻ്റെ മുഖംമൂടി എടുത്ത് കളഞ്ഞു. ഞാൻ കാണുന്നത് തമിഴ് എഴുതിയിരിക്കുന്നു. പെട്ടെന്നൊരു ബസ് ഇരച്ചു കയറി. ഞാൻ നോക്കിയപ്പോൾ 4 മണിയാണ് സമയം. കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ് എന്നുള്ള ഇംഗ്ലീഷ് ബോർഡ് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഇവിടെ തള്ളിയിരിക്കുന്നു. എവിടെയെന്ന് ചോദിച്ചാൽ ഈ ചരുപ്പും അതിലൊക്കെ വാരി എറിയുന്ന അതിൻ്റെ ഇടയ്ക്ക് കിടക്കുകയാണ്. ഈച്ചയാർന്ന് കിടക്കുകയാണ്, വേറൊരു ഭാഷ പറഞ്ഞാൽ. ഞാനൊരു തരത്തിൽ എഴുന്നേറ്റു. അപ്പോൾ എനിക്ക് പേടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവമേ, അവരെന്നെ പിടിക്കാൻ വരും. വീണ്ടും ആ പേടി, ഇവിടുന്ന് രക്ഷപ്പെടണം. ഞാൻ കാണുന്ന ബസ് സ്റ്റാൻഡിൽ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്, എനിക്ക് പോകണം അന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പേടിച്ച് ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഓർമ്മ വന്നു, ഇവിടെ കിടന്ന രക്ഷയിൽ ഇവർ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. റെയിൽവേ എനിക്കൊരു ഒരു 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 സുരക്ഷിതത തോന്നി. കാരണം എൻ്റെ ചേട്ടനും 2 പെങ്ങന്മാരും ജോലി ചെയ്യുന്ന റെയിൽവേയിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് റെയിൽവേയോട് ഒരു സ്നേഹം തോന്നി. റെയിൽവേ സുരക്ഷിതമായിരിക്കും എന്ന് തോന്നി. ഞാൻ എൻ്റെ സഞ്ജീവായിട്ട് ഞാൻ നടക്കുകയാണ്. വഴിയിലൊരു ടെലിഫോൺ ബൂത്ത് കണ്ടു. എൻ്റെ പൈസ ഈ 100-ൻ്റെ ഒക്കെ ഈ കെട്ടേ ഉള്ളൂ, ആ 10,000-ൻ്റെ കെട്ട്. എൻ്റെ ചില്ലറയൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ കയറി പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ വലിയ നോട്ടേ ഉള്ളൂ, ചെറുതില്ല, എനിക്കൊരു ഫോൺ വിളിക്കണം എൻ്റെ വീട്ടിലേക്ക്. ആ മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നു, തമിഴൻ. വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ അന്ന് ഫോൺ വിളിക്കുകയാണെങ്കിൽ ഒരു 10 രൂപയിലും കൊടുക്കേണ്ടതാണ്. എങ്കിലും അയാളുടെ ഔദാര്യം കൊണ്ട് തമ്പുരാൻ്റെ കളി നിർത്താം, തമ്പുരാൻ അറേഞ്ച് ചെയ്തായിരിക്കണം. ഏതായാലും ഞാൻ ഫോൺ ചെയ്തു, ഇവിടെ ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെയാണ്, നിങ്ങൾ കോയമ്പത്തൂർ സ്റ്റേഷനിൽ വന്ന് എന്നെ കണ്ടുകിട്ടു എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പോലീസും ഇവിടുത്തെ അച്ഛന്മാരും എല്ലാം കൂടെ എന്നെ കൊണ്ടുവന്ന് അതവിടുന്ന് കൊണ്ടുവന്നു. അതൊക്കെ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അവിടെ വന്നിട്ട് എന്നെ തിരിച്ചറിയ പോലും ഇല്ലായിരുന്നു. കാരണം തലയെല്ലാം മുണ്ടടിച്ച് ഞാൻ ഒരു പിച്ചക്കാരനെ പോലെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കോണിലിരിക്കുന്നു. 4-5 തവണ പോലീസ് കടന്നു പോയിട്ടും എന്നെ തിരിച്ചറിഞ്ഞില്ല. എന്തിനു പോലീസ് എന്ന് പറഞ്ഞു. എൻ്റെ സ്വന്തം കൂട്ടുകാരും അച്ഛന്മാരും എന്നെ തിരിച്ചറിഞ്ഞില്ല. അവസാനം ഈ ചാക്കോച്ചൻ അങ്കിളിൻ്റെ ഭാര്യ അന്നമ്മ എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഇത് അമഞ്ഞാക്കളച്ചെന്ന് പറയുന്നതും. പെട്ടെന്ന് പോലീസിനെ പിടിക്കുന്നു. ഞാൻ വലിയ വായി നിലവിളിച്ചു. ഞാൻ ഓർത്ത് എന്നെ ആരോ പിടിച്ചുകൊണ്ട് പോകാൻ വരികയാണെന്ന്. കാരണം പോലീസ് മഫ്റ്റിയിലായിരുന്നു, ഡ്രസ്സിലല്ലായിരുന്നു. ഞാനോട് തന്നെയും വീണ്ടും തസ്കരന്മാർ പിടിക്കുകയാണ്. ആ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ പേരും കേട്ടു എൻ്റെ കാർച്ച, എൻ്റെ ഒച്ചത്തിലുള്ള അലർച്ച. പ്രിയമുള്ള അങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നു. അങ്ങനെ ആ കേസ് നടക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞു. പലതരത്തിൽ പേപ്പറിൽ അതിനെപ്പറ്റി ന്യൂസ് വന്നു. ഒരു ന്യൂസ് പേപ്പറിൽ, അതായത് ദീപിക വന്നത്, മഞ്ഞാക്കലത്തിന് തസ്കരന്മാർ പിടിച്ചുകൊണ്ടുപോയി. അദ്ദേഹം കരിസ്മാറ്റിക് ആയതുകൊണ്ട് എല്ലാവരോടും ക്ഷമിച്ചു എന്ന്. ഈ തലക്കെട്ട് കുറിപ്പിടിച്ചിനും ആരാണ്ട് എന്നെ കാണിച്ചു. അപ്പം ഞാൻ മനസ്സാക്ഷി നോക്കി, ഞാൻ ഒരുത്തിനോടും ക്ഷമിച്ചില്ലായിരുന്നു. എനിക്ക് നല്ല പകയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ആരാ ഈ പത്രത്തിൽ എഴുതിയത്? അവർക്കാർക്കറിയാം എൻ്റെ മനസ്സിൽ എനിക്ക് പിണക്കമാണ്. അറിയാത്ത ഈ സസ്കന്മാർ ഞാൻ ചെയ്യാത്ത എന്ത് കുറ്റത്തിന് എന്നെ ചെയ്തു. ഞാൻ എൻ്റെ വായി പിടിച്ചൊക്കെ അപ്പം കുറിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ്റെ ആധ്യാത്മിക ഗുരുവായിരുന്നതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞെല്ലാം. അന്നും പറഞ്ഞു, അച്ഛൻ വികാരം കൊള്ളാതെച്ചാ സാരമില്ല, നമുക്ക് കുർബാനയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കുർബാന ചെല്ലുകയില്ല. ഈ ചെയ്ത തസ്കന്മാരോട് ക്ഷമിക്കാതെ ഞാൻ ബലി അർപ്പിക്കുകയില്ല.
വാശി പിടിച്ചു. അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ ജോർജ് മാത്യു, ഈ പറഞ്ഞ ചാക്കോച്ചൻ അങ്കിളിൻ്റെ അനുജൻ, അദ്ദേഹം എന്നെ കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നെ പരിശോധനയ്ക്കായിട്ട്. കാരണം എന്നെ കള്ള് കുടിപ്പിച്ചു, ചാരായം കുടിപ്പിച്ചു, എൻ്റെ പീനീസ് കമ്പിയിട്ട് കുത്തി. അപ്പോൾ അങ്ങനെ ശാരീരികമായ വ്രണങ്ങളൊക്കെ ഒന്ന് പരിശോധിപ്പിക്കാൻ, എൻ്റെ ശരീരത്തിൽ വിഷം വല്ലതും ഉണ്ടോ എന്നറിയാനൊക്കെ അറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നു. ഡോക്ടർ പരിശോധനയെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ ഞാൻ പള്ളിയിൽ പോയിരുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, 6-7 മണിക്കൂർ ആ സക്കാരുടെ മുമ്പിൽ കരഞ്ഞു വീണ് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ ക്ഷമിക്കാൻ കൃപ തരണമേ. എനിക്ക് ക്ഷമിക്കാനാവതല്ല, ഞാൻ നന്മ ചെയ്ത് മാത്രം പോയതാണ്, ഞാൻ ആരോരോ തിന്മയും ചെയ്തില്ല. ആരാണെന്ന് എനിക്കറിഞ്ഞുകൊടുത്ത അസ്കന്മാർ ആരായാലും അവരോട് ക്ഷമിക്കാൻ കൃപ തരണമേ. അങ്ങനെ കമന്നു വീണ് കരഞ്ഞ് ഇതിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ കൊണ്ട് തന്നു, തിന്നാൻ കൊണ്ട് തന്നു, ഞാനൊന്നും സ്വീകരിച്ചില്ല. അവസാനം ഒരു നിമിഷം വന്നു, എനിക്ക് ക്ഷമിക്കാം, അവരെ കണ്ടാൽ പിടിച്ച് ചുമ്മിക്കാം എന്നുള്ളൊരു മനോഭാവം എനിക്ക് വന്നു. ഞാൻ ഓടിച്ചെന്ന് ഈ ജോർജ് മാത്യു എന്നവർ ഡോക്ടറെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഡോക്ടറെ ഒരു 9 ഞാനും 9 തരാം. എന്താ അച്ഛാ? അപ്പം അദ്ദേഹം ഓർത്ത് കാണാൻ എൻ്റെ ആണി പോയതാണെന്ന്. ഞാൻ പതിവില്ലാതെ 9 പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്നെ പിടിച്ചുകൊണ്ടുവന്മാർ ആരായാലും വന്നാലും ഉമ്മ വെക്കാം, ഞാൻ ക്ഷമിച്ചു, നമുക്ക് ദീപബലി അർപ്പിക്കാമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ദീപബലി അർപ്പിച്ചു. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞത് ദിവ്യകാരുണ്യ സന്നിധിയിൽ ആന്തരികമായ ഏത് മുറിവുകൾക്കും നമുക്ക് സൗഖ്യം തരുന്ന ഔഷധമാണ്. അതിനുശേഷമുണ്ടായ ഏറ്റവും വലിയ വേദന കരിശ്വാനുള്ള വിടപറച്ചിൽ ആയിരുന്നു. അത് ഞാൻ പറയല. പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഏറെ തരത്തിൽ തെറ്റിദ്ധരിക്കാനും വ്യാഖ്യാനിക്കാനും മാത്രമുള്ള കാര്യങ്ങൾ ഇരുന്നുകൊണ്ട് അത് പറയുന്നത് ശരിയല്ല. ഏറെ നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഇവിടുത്തെ ഓരോ മണത്തിരിയും ഞാൻ തൊട്ടിട്ടുള്ളതാണ്. ഇവിടുത്തെ ഓരോ മരങ്ങളും ഞാൻ വച്ചതായിരുന്നു. അതുപോലെ എപ്രകാരം ഞാൻ ഈ സ്ഥാപനത്തെ സ്നേഹിച്ചുവെന്ന് അതിനുശേഷം സുപ്രഭാതത്തിൽ എന്നോട് പോകുക എന്ന് പറഞ്ഞത് എനിക്കേറെ അതും തെറ്റിദ്ധാരണയുടെ പേരിലായിരുന്നു മുഴുവൻ. ഉദാഹരണമായിട്ട് നിങ്ങൾക്കറിയത്തില്ല, 1993 എൻ്റെ കയ്യിലും കാലിലും നെഞ്ചിനും മുറിയാൻ തുടങ്ങി, രക്തമൊഴുകാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ അതിനെപ്പറ്റി തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. ഞാൻ കമ്പി വെച്ച് മുറിക്കുന്നു, പാര വെച്ച് മുറിക്കുന്നു, ബ്ലേഡ് വെച്ച് മുറിക്കുന്നു, എങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ഒന്ന് അതിനെ തുടർന്ന് ചില ഡോക്ടർമാരൊക്കെ പറഞ്ഞു, അതെനിക്ക് മാനസിക രോഗമായിട്ടാണ് സ്വയം മുറിക്കുന്നത്, സ്വയം അത് മുറിവുണ്ടാക്കുന്നത് മാനസിക രോഗം കൊണ്ടാണ്, ഇങ്ങനെയൊക്കെ എന്തുകൊട്ട് അതിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രിയമുള്ളവരെ പൊടുന്നനവേ എന്നെ പറിച്ചു മാറ്റുകയായിരുന്നു. ഇതും വലിയ വേദനയുടെ അനുഭവമായിരുന്നു. ഈ വേദനയുടെ അനുഭവം തീർത്തത് ബാംഗ്ലൂരിൽ ചെന്ന് 1 കൊല്ലം നിൽക്കുമ്പോൾ എന്നെ അത് പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. ഒരിടത്തും പോകാനായിട്ട്, ഒരിടത്തും പരസ്യമായ പരിപാടികളൊന്നും നടത്തരുത് എന്ന ഒരു ശിക്ഷയായിരുന്നു ആ 1 കൊല്ലക്കാലം എനിക്കുണ്ടായിരുന്നത്. അന്നും ഞാൻ നിങ്ങളോട് പറയട്ടെ, ദീപികാരുണ്യ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, കണ്ണീരോടെ ഇരിക്കുമ്പോൾ ഈശോയുടെ ആ വലിയ സ്നേഹം വന്ന് അത് ക്ഷമിക്കാൻ എനിക്ക് കൃപ തരികയും യാന്ത്രിക മുറിവുകൾക്കെല്ലാം സൗഖ്യം കിട്ടുകയും മാത്രമല്ല ഈ പറഞ്ഞവരോട് നന്മ ചെയ്യുവാനും അവരോട് നിത്യസ്നേഹപൂർവ്വം സംസാരിക്കാനും എല്ലാം കർത്താവ് കൃപ നൽകി. ഇനിയും പറയുകയാണെങ്കിൽ ശാരീരിക രോഗത്തെപ്പറ്റി പറഞ്ഞാൽ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. എങ്കിലും സാക്ഷ്യം പറഞ്ഞിട്ട് ബൈബിളിലേക്ക് കടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. കർത്താവ് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ ചെറുപ്പം മുതൽ എനിക്കൊരു രോഗമുണ്ടായിരുന്നു, ചങ്കിനു വേദന എന്ന് പറയുമ്പോൾ. എൻ്റെ ചെറുപ്പത്തിൽ ചങ്കിനു വേദന എന്ന് പറയുമ്പം അമ്മ പറയും, പടാ ചുമ്മാ കളിപ്പിയിലാണ്, ആരും വകവെച്ചില്ല. സെമിനാരിൽ ചെന്നപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു സൈക്കോസൊമാറ്റിക്കാണ്, മാനസിക രോഗമാണ്, സെമിനാരിൽ ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ അതിനെപ്പറ്റിയും ഓരോരുത്തരും പരാമർശിക്കുകയും പറയുകയെല്ലാം ചെയ്തു. അവസാനം എൻ്റെ രോഗം കണ്ടുപിടിക്കുന്നത് ഞാൻ കാരിത്താസിൽ കരിസ്മാറ്റിക്കായി കഴിഞ്ഞിട്ട് അവിടുത്തെ നേഴ്സുമാർക്കും സിസ്റ്റേഴ്സിനും ഞാനൊരു ധ്യാനം കൊടുക്കുന്നു. ധ്യാനത്തിന് 3-ാം ദിവസം ഞാൻ മോഹാത്സ്യപ്പെട്ട് നിലത്ത് വീഴുന്നു. അപ്പോൾ എൻ്റെ പൾസ് കൂടി. അപ്പോൾ എന്നെ ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ ജോസഫ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം പരിശോധിച്ച് പറഞ്ഞു, എനിക്ക് ആരിത്മിയ എന്ന് പറഞ്ഞാൽ നാഡിയെടുപ്പ് കൂടുന്ന രോഗമാണ്, ഹാർട്ടിൻ്റെ രോഗമാണ്. അന്ന് മുതൽ എനിക്ക് ടാബ്ലറ്റ് തന്നു അതിനു വേണ്ടിയിട്ട്. എല്ലാ ദിവസവും ഞാൻ രാവിലെ 2 ടാബ്ലറ്റും വൈകിട്ട് 2 ടാബ്ലറ്റും ഗുളികയും എടുക്കുമായിരുന്നു എൻ്റെ ഹാർട്ടിന് വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ഹാർട്ടിൻ്റെ വേദനയും കൂടി, നെഞ്ചിന് വേദന. ഞാനിപ്പോൾ ഇങ്ങനെ ഇടതടവില്ലാതെ പ്രസംഗിച്ച് നടക്കുന്നു. ബാംഗ്ലൂരിൽ ഒരു ധ്യാനം കൊടുക്കുന്ന അവസരത്തിൽ എനിക്കേറെ വേദനയുണ്ടായി. അങ്ങനെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ പോകാനിടയായി. അവർ പറഞ്ഞു, അച്ഛൻ്റെ ഹാർട്ടിന് ബ്ലോക്കുണ്ട്, മാത്രമല്ല ഒത്തിരി കുഴപ്പങ്ങളുണ്ട്, ഒരു ഓപ്പൺ ഹാർട്ട് സർജറി വേണ്ടി വരും എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛന്മാരോട് പറഞ്ഞു, ഓപ്പറേഷൻ നടക്കട്ടെ, എവിടെ വേണേലും. അപ്പം പറഞ്ഞു, വേറെ ചിലർ പറഞ്ഞു വേറെ ആശുപത്രി കൊണ്ടുപോകണം. ഇങ്ങനെയൊക്കെ 3-4 അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ എവിടെ കൊണ്ടുപോകാനും അവർക്ക് അനുവാദവും കൊടുത്ത് നാട്ടിൽ വന്നു. ഞാനോർത്ത് എൻ്റെ അമ്മച്ചിയോടൊന്ന് പോയി പറയണം. കാരണം ഞാൻ അമ്മച്ചി ഒരു വിധവ എന്നെ വളർത്തിയത്. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയതാണ്. അപ്പം അന്ന് മുതൽ അമ്മയോടുള്ള അടുപ്പമുണ്ടായിരുന്നു. ഇനിയും എൻ്റെ ദൈവവിളിയെ പറ്റി പറഞ്ഞാൽ ഞാൻ ഉണ്ടായത് ഒരു പെസഹ വ്യാഴാഴ്ചയാണ്. ഹല്ലേലൂയ.
ഇനിയും എനിക്ക് ഉണ്ടാകുമ്പോൾ തലയിൽ ഒരു നീരുണ്ടായിരുന്നു വട്ടത്തിൽ. അപ്പോൾ എന്നെ കുളിപ്പിച്ച് വൈറ്റാട്ടി എൻ്റെ അമ്മോട് പറഞ്ഞു ഇവൻ അച്ഛനാകുന്നു. അത് പണ്ട് കാലത്ത് അച്ഛന്മാർക്ക് പട്ടം ഉണ്ടായിരുന്നു, പ്രായമുള്ളവർക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പട്ടം പോലെ ഇരുന്നു. അപ്പോൾ പറഞ്ഞു ഇത് അച്ഛനാകാനുള്ളതാണ്. നിങ്ങൾ ഓർക്കണമേ, എൻ്റെ അമ്മ ആ കാര്യം ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. അച്ഛനായി കഴിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത് ഈ കാര്യം. എന്താണെന്നറിയാമോ പറഞ്ഞത്? ഞാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിന്നെ സ്വാധീനിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാതിരുന്നത്. അപ്പോൾ നമ്മുടെ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് പോലും ഒത്തിരി ബോധവും ബുദ്ധിയും ഉണ്ടായിരുന്നു ഇന്നത്തേക്കാളും. ഹല്ലേലൂയ. അതായത് അമ്മയുടെ വാക്ക് ഒരു തരത്തിലും എൻ്റെ വൈദിക അന്തസ്സിലേക്കുള്ള പോക്കിന് ഒരു എൻകറേജ്മെൻ്റ് ആകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ പറയാതിരുന്നത് എന്ന് ഞാനിത് പറഞ്ഞപ്പോൾ പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇനിയും ഈ അമ്മയുടെ അടുക്കെ പോയി ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കൊരു മേജർ ഓപ്പറേഷൻ കാണും താമസിക്കാതെ, ഹാർട്ടിൻ്റെ ഓപ്പറേഷനാണ്, അതുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കണം. സാധാരണ അങ്ങനെ പറഞ്ഞാൽ അമ്മ പറയും ഞാൻ പള്ളിയിൽ പോയി ഒരു നൊവേന കുർബാന ചെല്ലിക്കാം, അല്ലെങ്കിൽ നൊവേന നടത്താം, അല്ലെങ്കിൽ ഒരു മുത്തിയൂട്ട് നടത്താം. ഇതൊക്കെ അമ്മ ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ ചോദിച്ചപ്പോൾ അമ്മ ചോദിക്കുകയാണ്, നീ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ പോവുകയാണോ? അതേ അമ്മച്ചി, മനസ്സിലായില്ലേ? ബാംഗ്ലൂരായിരിക്കും മിക്കവാറും നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എറണാകുളത്തായിരിക്കും അമ്മച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിൻ്റെ പല പ്രസംഗവും ഞാൻ കാരിഷ് ഭവനിൽ പോലും വന്ന് കേട്ടിട്ടുള്ളതാണ്. നീ അവിടെ എല്ലാം പറയും നിൻ്റെ പഴയ ഹാർട്ട് കൊടുത്താൽ ഈശോ പുതിയ ഹാർട്ട് തരുമെന്ന്. അമ്മയ്ക്ക് ബൈബിൾ വാക്യമൊന്നും അറിയത്തില്ല, ഏത് ആരെഴുതാണെന്നോ നമ്പരോ അധ്യായമൊന്നും അറിയത്തില്ല. നിങ്ങൾക്കറിയാം അത് ഇല്ലേ? എസെക്കിയേൽ പ്രവാചകൻ 36-ാം അധ്യായം 26-ാം വചനം. നിങ്ങളുടെ പഴയ ഹൃദയം കൊടുത്താൽ അത് കഴുകി ശുദ്ധീകരിച്ച് മുറിച്ച് പഴയത് കളഞ്ഞ് പുതിയ ഹൃദയം വച്ച് പുതിയ ആത്മാവിനെ തരും എന്ന് പറയുന്ന വാക്കാണ് അത്. ഇത് അമ്മയുടെ ഓർമ്മയിലുണ്ടായിരുന്നു. എന്നിട്ട് പറയാണ്, നീ വിശ്വാസത്തോടെയാണ് ലളിതും പ്രസംഗിക്കുന്നത്, നീ എത്രമാത്രം വിശ്വാസത്തെപ്പറ്റി പറയാറുണ്ട് എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നീ ഈശോയോട് പ്രാർത്ഥിക്കൂ ഒരു പുതിയ ഹാർട്ട് തരാൻ. എന്നിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ അച്ഛനാണ്, പ്രാസംഗികനാണ്, കാരിഷ് ഭവനൊക്കെ ഉണ്ടാക്കി, ഞാൻ ചെറുപ്പത്തിൽ തന്ന വിശ്വാസം നിനക്കിപ്പോൾ ഇല്ല. അതിനാമ്മേ എന്നും പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരിക്കൽ ഞാൻ കുഞ്ഞായിരുന്ന കാലത്ത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒന്നായിരുന്നു. അതായത് ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം വിശുദ്ധ കുർബാനയാണ്. ഞാൻ ചോദിച്ചു, അതെന്താ? അച്ഛൻ ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ ആ പാവപ്പെട്ട അച്ഛൻ്റെ കയ്യിൽ അപ്പവും വിഞ്ഞും ശരീരവും രക്തവുമാകുന്ന ജെയിംസെ വലിയ അത്ഭുതം. സത്യത്തിൽ വൈദികനാകാനായിട്ടൊരു വലിയ എൻകറേജ്മെൻറ്റ് ആയിരുന്നു അത് അമ്മ അന്ന് പറഞ്ഞത്. പക്ഷെ അമ്മ ഉദ്ദേശിച്ചില്ല എങ്കിൽ തന്നെ അന്നേ ഞാൻ മനസ്സിലോർത്തു, എനിക്ക് അത് ഈ അത്ഭുതം ചെയ്യുന്ന ഒരു അത്ഭുത പ്രവർത്തകനാകണമെന്ന്, അതായത് ഒരു വൈദികൻ ആകണമെന്ന്. കണിശമായിട്ട് എൻ്റെ അപ്പം മരിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചായിരുന്നു ഒരു ഗ്രിഗോറിയൻ കുർബാന ചൊല്ലി അച്ചാച്ചനെ സ്വർഗത്തിൽ വിടാനായിട്ട് എനിക്ക് അച്ഛനാകണമെന്ന്. അതായിരുന്നു വൊക്കേഷൻ്റെ ആദ്യത്തെ ക്ലിപ്പ്. ആദ്യം അതായിരുന്നു. കാരണം എന്നും 30 ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. അച്ചാച്ചന് വേണ്ടിയുള്ള കുർബാന, അച്ചാച്ചന് വേണ്ടിയുള്ള കുർബാന. അപ്പോൾ ഞാൻ അമ്മയോട് ഒരിക്കൽ ചോദിച്ചു, എന്തിനാണ് ഈ ഇത്രയും കുർബാന അച്ചാച്ചന് വേണ്ടി ചെല്ലുന്നത്? അമ്മ പറഞ്ഞു, ഇതൊക്കെ കുർബാന ചെല്ലിയാലേ അച്ചാച്ചൻ സ്വർഗത്തിൽ പോവുള്ളൂ. എൻ്റെ അച്ചാച്ചൻ സ്വർഗത്തിൽ പോകണമെന്ന് എനിക്ക് നിശ്ചയമായിട്ടും വാശിയായിരുന്നു. കാരണം അത്രമാത്രം സ്നേഹമുള്ള അച്ചാച്ചനായിരുന്നു. ഈ അച്ഛൻ്റെ കുഴപ്പമുണ്ടായിരുന്നു, അച്ഛൻ വീഡിയോ വരയ്ക്കുമായിരുന്നു, ആരാണ്ട് പറഞ്ഞ് വല്ലപ്പോഴൊക്കെ വെച്ച് കുടിക്കുമായിരുന്നു. എനിക്കറിയത്തില്ല ശരിയാണെന്ന്. അപ്പം ഞാൻ ഓർത്ത് ഈ അച്ഛൻ ചെല്ലിയാൽ എൻ്റെ അച്ചാച്ചൻ സ്വർഗത്തിൽ പോവുകയായിരുന്നു. ഞാൻ കൊച്ചാൻ 8 വയസ്സുകളെന്ന് ഓർക്കണം. അപ്പം ഞാൻ ഓർത്തു എനിക്ക് അച്ഛനായിട്ട് ഒരു 30 കുർബാനയിൽ എൻ്റെ അച്ചാച്ചനെ സ്വർഗത്തിൽ വിടണം. അതായിരുന്നു എൻ്റെ വൊക്കേഷൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ ഇതൊക്കെ വെറും സാന്ദർഭികമായി സംഭവിച്ചല്ല, ദൈവത്തിൻ്റെ അനന്ത കൃപയാൽ അവിടുത്തെ പ്ലാനും പദ്ധതിയും ആയിരുന്നു. ഞാൻ അമ്മച്ചോട് ഹാർട്ടിൻ്റെ കാര്യം പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ ചെല്ലുന്ന കുർബാനയാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ കുർബാന സമയത്ത് നിനക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ നിൻ്റെ പഴയ ഹൃദയം മാറ്റി ഒരു പുതിയ ഹൃദയം തരുവാൻ? 4ാം ക്ലാസ് മാത്രമേ എൻ്റെ അമ്മച്ചി പഠിച്ചിട്ടുള്ളൂ. ദൈവശാസ്ത്രമോ അല്ലെങ്കിൽ പഠനങ്ങളൊന്നും പഠിച്ചിട്ടാത്ത അമ്മച്ചി, പാവം ഗ്രാമീണ സ്ത്രീ. ഞാൻ എൻ്റെ ദൈവശാസ്ത്രവും ഫിലോസഫിയും എല്ലാം ഉരുകിപ്പോയി അമ്മയുടെ ഈ വാക്ക് കേട്ടപ്പോൾ. അന്ന് ദീപബലി അർപ്പിച്ചു ദേവാലയത്തിൽ. എൻ്റെ സഹോദരങ്ങളും എൻ്റെ ബന്ധക്കാരും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പ്രത്യേകം ഒന്നും പ്രാർത്ഥിച്ചില്ല. ഞാൻ ആ സമർപ്പണ സമയത്ത് കാസാലും പീലാസാലും മനസ്സുകൊണ്ട് എൻ്റെ ഹാർട്ട് വെച്ചു. ആ വിശുദ്ധ കുർബാന സ്വീകരണവും കഴിഞ്ഞ് കുർബാനയും കഴിഞ്ഞ് ഞാൻ സങ്കീർത്തി ചെല്ലുമ്പോൾ അമ്മ ഓടി വന്നു. നീ ഹാർട്ടിൻ്റെ വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ എൻ്റെ പഴയ രോഗമുള്ള ഹാർട്ട് ഈശോയ്ക്ക് കൊടുത്തു, ഈശോ എനിക്കൊരു പുതിയ ഹൃദയം തന്നു, നീ ഇനി ഓപ്പറേഷൻ പോകുമെന്ന് ചോദിച്ചു. ഇല്ല അമ്മച്ചി എന്ന് പറഞ്ഞു. ഈ നിമിഷം വരെ ഓപ്പൺ ഹാർട്ട് സർജറി എനിക്ക് നടത്തിയിട്ടില്ല. ഹല്ലേലൂയ. ഇത് അന്ന് നടന്ന അത്ഭുതം. അതിനുശേഷം നിങ്ങൾ കേട്ടു, കഴിഞ്ഞ 2012 പെട്ടെന്ന് ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകന് ബോംബെയിൽ തിരുപ്പട്ട സ്വീകരണമുണ്ട്, അതിന് പോകണം.
ഞാനൊരു വലിയ മെഗാ പ്രോഗ്രാം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ബഹ്റൈൻ്റെയും സൗദി അറേബ്യയുടെയും ഇടയ്ക്കുള്ള മരുഭൂമിയിൽ അറേഞ്ച് ചെയ്തു. 5000 മുസ്ലിങ്ങളെ ഒന്നിച്ചു കൂട്ടി. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ 20 വർഷക്കാലം അടുപ്പിച്ച് ഞാൻ പോകുമായിരുന്നു. എൻ്റെ മനസ്സിൽ ഈ 5000 പേർക്കും മാമോദിസ കൊടുക്കണമെന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. പക്ഷേ 3636 പേർക്കേ മാമോദിസ കൊടുക്കാൻ സാധിച്ചുള്ളൂ. അതിനെയും അവിടെ ചെന്ന് മാമോദിസയൊക്കെ കൊടുത്തു, മുമ്പിൽ ചോപ്പുരുഷയും കൊടുത്തു, അവർക്ക് കുർബാനയും കൊടുത്ത് ഒത്തിരി അഹങ്കരിച്ച് വരികയാണ്. ഇനി ആ വരവിൽ എനിക്ക് വയറ്റിൽ വേദന വന്നു, വയറ്റൊഴിച്ചിലുണ്ടായിരുന്നു, പനി കൂടി, ഒത്തിരി പനി കൂടി, 104 വരെ പനി വന്നു. അപ്പോൾ 4ാം പൊക്കം ഞാൻ ബോംബെക്ക് ഫ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡോക്ടർമാർ നല്ല മരുന്നുകളൊക്കെ തന്നു ഈ ഇൻഫെക്ഷൻ പോകാനായിട്ട്. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പനിയെല്ലാം വിട്ടു. ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞ് എനിക്കൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കേരളത്തിലെ ആദ്യത്തെ മിഷണറിയായ ഫാദർ ജോർജ് വൈലിൽ അദ്ദേഹത്തിൻ്റെ 25ാം ചരമവാർഷികം ഏറ്റുമാനൂർ സെമിനാരി വെച്ച് നടത്തുന്നു. അതിൻ്റെ മുഖ്യ പ്രഭാഷകൻ ഞാനാണ്. കാരണം ഞാൻ വൈലച്ചൻ്റെ ആധ്യാത്മിക ഗുരുവും അച്ഛൻ എൻ്റെ ആധ്യാത്മിക ഗുരുവുമായിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് ഞാനായിരുന്നു അതിൻ്റെ പ്രഥമ പ്രസംഗം കൊടുക്കേണ്ടത്. ഞാനത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എൻ്റെ കൈക്കൊരു തളർച്ച, കൈയും കാലും തളരുന്നു, വേർക്കാൻ തുടങ്ങി. ഞാൻ ഓർത്തു എന്താ. അപ്പം ഞാൻ ഓർത്തു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം കഴിയാഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എൻ്റെ സെക്രട്ടറി ഉണ്ട് 2 മുറിക്കപ്പുറത്ത്. ഞാൻ ബെല്ലടിച്ചു വരുത്തി. ഞാൻ പറഞ്ഞു, ഗാബി എൻ്റെ കൈയും കാലും എല്ലാം പെരുക്കുന്നു, എന്താണെന്ന് എനിക്കത്, ഞാൻ തളരാൻ പോകാൻ തോന്നുന്നു. പിന്നെ ഷൗട്ട് ചെയ്തുകൊണ്ട് അവൾ പറഞ്ഞു, അങ്ങനെ പറയാതെ എന്ന് പറഞ്ഞു. ഇത് പറയുന്നത് മാത്രമേ തന്നെ ഞാൻ നിലത്തിരുന്നു പോയി. എനിക്ക് നിൽക്കാൻ മേലായിരുന്നു. പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു. അത് കഴിഞ്ഞ് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഒത്തിരി സംഭവങ്ങൾ നടന്നു. കാരണം എനിക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു, എൻ്റെ കൈ പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ട് ആശുപത്രി ഒന്നും എടുക്കുകയില്ലായിരുന്നു. അവരൊക്കെ അവരുടെ ക്രെഡിറ്റ് കാർഡ് കൊടുത്തു സമ്മതിക്കാതെ. എവിടെയായാലും ഈ പണമാണല്ലോ, ആശുപത്രി പണമില്ലെങ്കിൽ രക്ഷയില്ല. ഇവിടെയും അവിടെയെല്ലാം ഒന്ന് തന്നെയാണ്. അവിടെ കൂടുതലാണെങ്കിലേ ഉള്ളൂ. ഏതാനും ശരി 2-3 ആശുപത്രികളിൽ എന്നെ എടുത്തില്ല. അങ്ങനെ സമയം പോയി. പലത കഴിഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാകുന്നതെല്ലാം കഴിഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ഞാൻ കോമായിൽ ആകുന്നു. അപ്പോഴത്തേനെ ഞാൻ തളർന്ന് നിനക്കറിയത്തില്ലെങ്കിൽ ഇവിടം വരെ തളർന്നു. അവരെല്ലാം പ്രാർത്ഥിച്ചു വരുമ്പോൾ തല പോകരുതെന്ന്. തല പോയെല്ലാം പോയില്ലേ. പ്രാർത്ഥിച്ചു തലയുടെ പകുതി വരെ തളർന്നു. ഒരു പകുതി തളർന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ബോധപൂർവ്വം സംസാരിക്കാൻ പറയുന്നതും ഓർമ്മയെല്ലാം ഉള്ളത്. നിങ്ങൾക്ക് അനാറ്റമി അറിയാവുന്നവർക്കറിയാം. അതെ, നമ്മുടെ നേഴ്സും മസ്തിഷ്കത്തിൻ്റെയും പകുതി അതെ വലതുവശത്താണ് അതെ പ്രധാനപ്പെട്ടുള്ള ഇരിക്കുന്നത്. അതുമാത്രം കർത്താവ് തളർത്തിയില്ല. അതെ, ഞാൻ തളർന്ന് അബോധാവസ്ഥയിൽ കിടക്കുന്നു. ഇനിയും 16 ദിവസം ഞാൻ കോമായിൽ ആയിരുന്നു. ഈ അവസരത്തിൽ എൻ്റെ സുവിശേഷ പ്രസംഗം കേട്ടിട്ടുള്ള പല വൈദികരും കാണാൻ വന്നു, ആളുകൾ കാണാൻ വന്നു. അവർക്കെല്ലാം വിശുദ്ധ കുർബാനയുള്ള എൻ്റെ വിശ്വാസം അറിയാമായിരുന്നു. ഒരു ഓസ്ട്രിയൻ അച്ഛൻ അടുത്തുള്ള മുറിയിൽ കുർബാന ചൊല്ലിയിട്ട് ഒരു കുപ്പിക്കകത്ത് ഈശോയുടെ രക്തം എന്നെ നോക്കുന്ന ഗാബി എന്ന് പറഞ്ഞ സ്ത്രീയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീയോ നിൻ്റെ മകനോ അച്ഛന് എന്നും വിരളി തൊട്ട് രക്തം കൊടുക്കണം എന്ന്. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലാണ് സമ്മതിക്കുകയില്ല, സൂര്യാനി രീതിയിലും സമ്മതിക്കുകയില്ല, ലത്തീൻ രീതിയിലും അത് നിയമപരമല്ല എന്ന് പറയും. ഇവിടെയാണ് തമ്പുരാൻ്റെ പ്രവർത്തനങ്ങൾ. ഓരോ ദിവസവും പ്രിയമുള്ളവരെ തൊട്ട് നാക്കെ വയ്ക്കും. ഈ തരുമ്പോൾ ചിലപ്പം ഈ ഗാബി അല്ലെങ്കിൽ മകൻ ഡോക്ടറായിരിക്കും. വളരെ ആചാരപൂർവ്വം സർവസ്നായ പിതാവൊക്കെ ചൊല്ലിയിട്ട് ഇത് കർത്താവിൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് തരുന്നത്. ഓരോ ദിവസവും എനിക്കറിയാമായിരുന്നു ഈശോയുടെ ശരീരമാണ് വരുന്നത്. കാരണം അവരിത് നോട്ട് ചെയ്തു. അതായത് ഞാൻ മോണിറ്ററിലാണ് കിടക്കുന്ന ഓർക്കണം എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിലായിരുന്നു 6 മാസം ഓർക്കണം. അപ്പോൾ ഈ മോണിറ്ററെ കാണാൻ പറ്റും നമ്മുടെ പൾസ്. വിശുദ്ധ കുർബാന കൊണ്ടുമ്പം എൻ്റെ പൾസ് കൂടുകയാണ്. കുർബാന തരാൻ തുടങ്ങുമ്പോൾ എൻ്റെ കണ്ണ് വയ്ക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ അവർക്കറിയാമായിരുന്നു ഞാനത് മനസ്സിലാക്കുന്നു. സത്യമായിരുന്നു, എനിക്കറിയാമായിരുന്നു ഈശോ ആണ് വരുന്നത് എന്ന്. ഒരു 2-3-4 ദിവസം കഴിഞ്ഞപ്പോൾ കുർബാന ഈ നാക്കേൽ വെച്ചപ്പോൾ ഞാൻ കടിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു കടിക്കാതെന്ന് പറഞ്ഞു. അത് ഞാൻ കേട്ടു. ഞാൻ ബോധം തെളിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ കടിക്കുകയല്ലായിരുന്നു. നിങ്ങൾക്കറിയാം ലത്തീൻ ക്രമത്തിൽ ദിസ് ഈസ് ദ ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറയുമ്പം ആമേൻ എന്ന് പറയണം. ആമേൻ പറയാൻ ഞാൻ പരിശ്രമിക്കുകയായിരുന്നു. അങ്ങനെയാണ് കടിച്ചത്. ഹല്ലേലൂയ. അപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞു ക്ഷമിക്കണം, ഞാൻ കടിക്കുകയല്ലായിരുന്നു, ഞാൻ ആമേൻ പറയാൻ പരിശ്രമിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് ബോധ്യമായി. ആ കുർബാന വരുന്ന സമയത്ത് അബോധാവസ്ഥയിൽ കിടന്ന് എനിക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ബോധ്യമായി എന്ന്. ഹല്ലേലൂയ. ഇത് മെഡിക്കൽ സയൻസ് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ. ചിലരൊക്കെ നഴ്സുമാരോ ഡോക്ടർമാരോ ഇവിടെ കാണുമായിരിക്കും. അതായത് ഇപ്രകാരം അബോധാവസ്ഥയിൽ കിടക്കുന്ന അവസരത്തിൽ ഇമ്പോസിബിൾ ആണ്, അസാധ്യമാണ് ആ വ്യക്തി ഇത് ഏതെങ്കിലും തിരിച്ചറിയുക പുറത്തുള്ളത്. പ്രിയമുള്ള, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കാൻ കാരണം ഈശോയുടെ ആ തിരുരക്തമാണ്. ഹല്ലേലൂയ.
ഇനിയും അതെ പറഞ്ഞു പോയാൽ ഒത്തിരി അത്ഭുതങ്ങളുടെ കാര്യങ്ങൾ പറയുവാനുണ്ട്. നിങ്ങൾക്കറിയത്തിൽ ഈ രോഗം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 2 വർഷം ഈ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ കൂടി. 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പം എൻ്റെ ഹാർട്ടിൻ്റെ പൾസ് അങ്ങ് കൂടിയിട്ട് 200, ചിലപ്പോൾ 210, 230, 205, 206 എന്ന് പറഞ്ഞാൽ മരിക്കാറാവും. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അറിയാം പൾസ് അത്ര കൂടുമ്പോൾ. അപ്പോൾ എല്ലാം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിസ്ചാർജ് മേടിച്ച് 9 മാസം ആശുപത്രി കിടന്ന് തിരിച്ച് ചെന്നപ്പോഴാണ് ഇത് 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ നാടിയെടുപ്പ് കൂടും, മരുന്നുകളൊക്കെ തന്നാലും ചിലപ്പോൾ കുറയില്ല. അപ്പോൾ എൻ്റെ ബെഡിനടിയിലെല്ലാം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അതുപോലെ തന്നെ മോണിറ്റേഴ്സ് എല്ലാം ഒരാശുപത്രിയിൽ എന്ന പോലെ സജ്ജീകരണങ്ങളെല്ലാം എൻ്റെ മുറിക്കകത്തുണ്ടെന്ന് ഓർത്തോണം. അടുത്ത ഒരു ഡോക്ടറെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ആ പുള്ളിക്ക് പറ്റി അല്ലെങ്കിൽ വേറെ കാർഡിയോളജിസ്റ്റിനെ ഉടനെ വിളിച്ചു വരുത്തും. അങ്ങനെ അവരെല്ലാം എന്നെ കാര്യമായിട്ട് നോക്കും. രാജാവിനെ പോലെ എന്നെ നോക്കി പ്രിയമുള്ളവരെ, പറയാതിരിക്കാൻ തരമില്ല. ഏതായാലും ശരി, എനിക്ക് 2 വർഷമായിരുന്നു. ഇത് കൂടുമ്പം എല്ലാവർക്കും പേടിയാണ് ഞാൻ മരിക്കുമെന്ന്. ഇനിയും 2018 സെപ്റ്റംബർ 7-ാം തീയതി വൈകിട്ട് ഈ സംഭവം ഉണ്ടാകുന്നു. എൻ്റെ പൾസ് കൂടി വരുന്നു. അത് 206 ആകുന്നു. ഡോക്ടർ 2 ഡോക്ടർമാരെ കൂടെ വിളിച്ചു. അവർ 2 ചുറ്റും വന്നു. ആ വീട്ടിലെ ആളുകൾ, ഈ ഡോക്ടർക്ക് 8 മക്കളുണ്ട്, 8 മക്കളും കരയാൻ തുടങ്ങി. എല്ലാവരും കരയാൻ, ഞാൻ ഓർത്ത് ഞാനും മരിക്കും. അപ്പോൾ ഡോക്ടർമാരെ കണ്ണി നോക്കപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പോക്കടിച്ചു. ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ്, ഞാൻ മരിക്കാൻ തന്നെ കണിശമായിട്ടും തയ്യാറായിരിക്കുകയാണ്. ഇനിയും എനിക്ക് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഈ ജിലാംബരെ രോഗം വന്നതിൽ പിന്നെ എൻ്റെ വയറ്റിലെ രോഗം എന്ന് പറഞ്ഞാൽ എന്ത് കഴിച്ചാലും വയറ്റിൽ നിന്ന് പോകണം. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഈ മസിലൊക്കെ ബലം ഇല്ലാച്ചിട്ട, അപ്പോൾ കുറേ ഫിസിയോതെറപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ ശരിയാവുള്ളൂ, 2-3 കൊല്ലം കാലത്തേന് ഉണ്ടാകും, അതുകൊണ്ട് അച്ഛൻ അതിനെ വിഷമിക്കേണ്ടെന്നൊക്കെ ഇവരെന്നെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാലും പ്രശ്നം, ഏതെങ്കിലും ഒരു ആഹാരം മാറി കഴിച്ചാൽ അല്ലെങ്കിൽ വെള്ളം മാറി കുടിച്ചാൽ പിന്നെ തുടർച്ചയായിട്ട് വയറ്റിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കറിയത്തില്ല എങ്കിൽ ആദ്യ 4 മാസക്കാലം എനിക്ക് ആഹാരം വായി തരികയായിരുന്നു. എന്നെ കക്കൂശി പോയാൽ കഴുകുന്നത് മറ്റുള്ളവരായിരുന്നു, എനിക്ക് പറ്റില്ലായിരുന്നു. ഞാനിവിടെ ആദ്യം വരുമ്പം, അതായത് ഈ രോഗം കഴിഞ്ഞ് വീൽ ചെയറിൽ ആദ്യം വരുമ്പോഴും ഞാൻ എൻ്റെ അവസ്ഥ അതായിരുന്നു, വായി തരണമായിരുന്നു ചോറ്. പ്രിയമുണ്ട്, ഞാൻ പറയാൻ കാരണം അത്രമാത്രം ക്ഷീണിതനും ബലഹീനവുമായിരുന്നു ഞാൻ. ഇനിയും ഈ സെപ്റ്റംബർ 7-ാം തീയതി വൈകിട്ട് പെട്ടെന്ന് കൂടി. അപ്പോൾ ഞാൻ മരിക്കാൻ പോകുന്നുണ്ടു. അപ്പോൾ ഈ ഗാബി എന്ന് പറഞ്ഞാൽ എന്നോടുകൂടി പ്രസംഗിച്ച് നടക്കുന്നവളും ഒരമ്മയെപ്പോലെ ഈ കഴിഞ്ഞ് വരുന്നിടം വരെ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. പ്രിയമുള്ളവർ, അവൾ സക്രാരി ചെന്നിട്ട് ഈശോയെ കൊണ്ടുവന്ന് എൻ്റെ നെഞ്ചത്ത് വെച്ചു. അന്നേരം ഉണ്ടായത് വലിയൊരു അത്ഭുതമായിരുന്നു. ഞാൻ പെട്ടെന്ന് കാണുന്ന മാതാവിനെയാണ്, ഒരു വലിയ വെളിച്ചത്തിൽ. മാതാവ് 2 കൈകളും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മാതാവല്ല, കൈ ഈശോയുടെയാണ്. കാരണം മുറിവുണ്ട്. ആ മുറിവിൽ കൂടി വലിയ പ്രഭ വന്ന് എൻ്റെ വയറയിലും നെഞ്ചയിലും പതിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ അടുത്ത് മോണിറ്ററിന് അടുത്തുനിന്ന് ഡോക്ടർ പറഞ്ഞു 65 എന്ന്. അതായത് 206 ആയിരുന്ന പൾസ് 65 വന്നു. ഹല്ലേലൂയ. 1 മിനിറ്റ് കൊണ്ട് 1 സെക്കൻഡ് കൊണ്ടായി സംഭവിക്കാൻ നിങ്ങൾ ഓർക്കണം. ഞാൻ കണ്ടു പറഞ്ഞു, എനിക്കും മനസ്സിലായി എന്തോ സംഭവിച്ചു. ഞാൻ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. അവരെല്ലാം വന്ന് എനിക്ക് ഉമ്മയൊക്കെ തന്ന ഉടനെ പറയട്ടെ, അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഹാർട്ടിന് വേണ്ടിയിട്ടൊരു മരുന്നുമില്ല, എനിക്ക് യാതൊരു രോഗവുമില്ല, വയറിനും ഒരു പ്രശ്നമില്ല, എന്താ തിന്നാലും തിന്നാൻ പറ്റും. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് സുഖപ്പെടുത്തി. നിങ്ങൾ ഓർക്കണം, സെപ്റ്റംബർ 7 വൈകിട്ടെന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ബർത്ത്ഡേ ആണ്. ഹല്ലേലൂയ. മാതാവിൻ്റെ ജന്മദിനം സെപ്റ്റംബർ 8 അതെ, അവിടെയാണ് എനിക്ക് ഈശോയും മാതാവുമായുള്ള ബന്ധം, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലെ ഈശോയും മാതാവുമായുള്ള ബന്ധം എനിക്ക് കൂടുതലായിട്ട് കർത്താവ് വെളിപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, മാതാവിന് യാതൊരു അത്ഭുതവും ചെയ്യാൻ പറ്റില്ല. ഒരു വിശുദ്ധനോ വിശുദ്ധയ്ക്കോ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അത്ഭുതം പ്രവർത്തിക്കാനും രോഗശാന്തി നൽകാനും ഒരുവന് മാത്രമേ കഴിയൂ. ആരാണോ നമ്മുടെ രോഗങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചത്, അവന് മാത്രം. ഹല്ലേലൂയ. അതാണ് ഇന്നും ജീവിക്കുന്നതിനായ ഈശോ. എന്നാൽ ഈശോയുടെ ഏറ്റവും അടുത്തിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ കണ്ടപ്പോൾ ആ പ്രഭാവതിയായിട്ട് സുന്ദരിയായിട്ട് വെളിച്ചത്ത് നിൽക്കുന്ന അമ്മയുടെ കയ്യെ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഈശോയുടെ മുറിവുകൾ ആണ്. അപ്പോൾ ഈശോയുടെ മുറിവുമായിട്ടുള്ള അടുപ്പം എനിക്ക് ആഴമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് ഏതാനും സാക്ഷ്യം നിങ്ങളോട് പറയുവാൻ. എന്താണ് വിശുദ്ധ കുർബാന? വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വെറും ഒരു ചടങ്ങോ കുറേ പ്രാർത്ഥനകളോ റീത്തോ ഒന്നുമല്ല. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ കുർബാനയെപ്പോലുള്ള പ്രശ്നങ്ങളൊക്കെ സഭയിൽ നടക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്, കേരളത്തിൽ എത്ര വൈദികർക്കോ വൈദിക ശ്രേഷ്ഠന്മാർക്കോ യേശുവിൻ്റെ കുർബാനയിൽ വിശ്വാസമുണ്ട് എന്ന് ഇല്ല എന്ന് ഞാൻ പച്ചക്കെ പറയും. ഹല്ലേലൂയ.
ഇനിയും എന്താണ് വിശുദ്ധ കുർബാന? നമുക്ക് ബൈബിളിയുടെ ഒന്ന് പരിധി നോക്കാം. അതെ മക്കളെ, ആദ്യമായിട്ട് നമുക്ക് വായിക്കാൻ ഞാൻ പോകുന്നത് 1 കൊറിന്തോസ് അധ്യായം 11. ഇന്നലെ ഞാൻ പരാമർശിക്കുകയുണ്ടായ ഒരു ഭാഗം 1 കൊറിന്തോസ് 11 അധ്യായം. നിങ്ങൾ ഓർക്കണം, വിശുദ്ധ കുർബാനയെ പറ്റി ആദ്യം ബൈബിളിൽ എഴുതുന്നത് പൗലോസ്ലീഹയാണ്. മത്തായി അല്ല, യോഹന്നാനല്ല, പൗലോസ്ലീഹയാണ്. എന്നാൽ അവസാനത്തെ അത്താഴത്തിൽ പൗലോസ്ലീഹ ഉണ്ടായിരുന്നോ? ഇല്ല. അന്നവൻ തനി കടിച്ചപ്പൊട്ടാത്ത യൂതനായിരുന്നു. അവൻ്റെ മാനസാന്തരം പിന്നീട് നമുക്കറിയാം ഇല്ലേ? എങ്ങനെയാണ് അവനിത് ഒരു പക്ഷെങ്കിൽ എഴുതാൻ സാധിച്ചത്? ആദ്യമായിട്ട് ഒരു പക്ഷേ മാനസാന്തരം എല്ലാം കഴിഞ്ഞ് അപ്പസ്തലന്മാരുടെ കൂടെ കൂടിയപ്പം ആദ്യത്തെ ബലിയർപ്പണം കണ്ടു കാണും. അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പത്രോസിനോട് ചോദിച്ചു കാണും, മൂപ്പരെ ഇതെന്താ സംഗതി എന്ന്. അപ്പം പത്രോസ് പറഞ്ഞു കാണും, ഇതാ സംഗതി, ഈശോ അവസാനത്തെ അത്താഴത്തിൽ ഇന്നത് ചെയ്തു. അതുകൊണ്ടാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് എഴുതാൻ പറ്റിയത്. 11 അധ്യായം 23 മുതൽ വചനങ്ങൾ. ഇനി അതിന് മുമ്പ് അല്പം ഒന്ന് നോക്കണേ. ആ അധ്യായത്തിൻ്റെ 18 വചനം. ഒന്നാമത്, നിങ്ങൾ സഭയിൽ സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. അത് ഭാഗികമായി ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ സഭയിൽ ഭിന്നിപ്പ് ഉണ്ടായിരുന്നു എന്ന് പൗലോസ് മനസ്സിലായി. അപ്പം സഭയിൽ ഒന്നിച്ചു കൂടുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയാണ്. അപ്പം പറയാണ്, നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 20 വചനം. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല നിങ്ങൾ ഭക്ഷിക്കുന്നത്. കാരണം ഓരോരുത്തരും നേരത്തെ തന്നെ സ്വന്തം ഭക്ഷണം കഴിക്കുന്നു. തൽഫലമായി ഒരുവൻ വിശന്നും അവരൻ കുടിച്ചു ഉന്മത്തനായും ഇരിക്കുന്നു. എന്ത് തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ? അതോ നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ അവഗണിക്കുകയും ഒന്നുമില്ലാതെ അവഗണിക്കുകയും ചെയ്യുന്നുവോ? ഹല്ലേലൂയ. അപ്പം ശാസിക്കുകയാണ്, അത് തിന്നാനും കുടിക്കാനും വീട്ടിൽ നിന്ന് ഇരുന്നാൽ പോരെ. ഇവിടെ വരികയാണെങ്കിൽ സ്നേഹത്തോടെ വേണം സമ്മേളിക്കാൻ. എന്ന് പറഞ്ഞാൽ പരസ്പരം ക്ഷമിച്ച് സ്നേഹത്തിൽ ഒന്നായി വന്നാലേ അത് ഒന്നായി വന്ന് വേണം ഈ ബലിയിൽ സംബന്ധിക്കാൻ എന്ന ഉപദേശം. അതിനുശേഷം പറയാണ് 23 മുതൽ വചനങ്ങൾ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചതും ആ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ച ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത് പാനപാത്രവും എടുത്ത്. നിങ്ങൾക്കറിയാം, അത് ഞാൻ പറഞ്ഞ ഈ ഭാഗം ആദ്യം എഴുതിയത് അപ്പസ്തലന്മാരല്ല, പിന്നെയോ പൗലോസാണ്. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് ആ അപ്പസ്തലന്മാരിന്ന് പഠിച്ചതായിരിക്കാം, അഥവാ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതായിരിക്കാം എന്ന് നമുക്കറിയാം. ഇനിയും എന്ത് വ്യക്തമായിട്ട് പറയുന്നു? ഈശോ അപ്പം എടുത്തു പറഞ്ഞു, ഇത് എൻ്റെ ശരീരം ആകുന്നു. ഗ്രാമർ, വ്യാകരണം നിങ്ങൾക്കറിയാം. ഇത് മഞ്ഞാക്കലച്ചൻ ആകുന്നു എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പ്രേതമല്ല, ആണോ? അച്ഛൻ്റെ രൂപമല്ല, ആണോ? പ്രതിമയാണോ? അല്ല, ഇത് ഞാൻ തന്നെ ആകുന്നു. അപ്പോൾ ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ശാരീരിക സാന്നിധ്യമാകുന്നു എന്നാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കണം. അപ്പോൾ പൗലോസ്ലീഹ തൻ്റെ മാനസാന്തരം മുതൽ വിശുദ്ധ കുർബാനയിൽ ആഴമായി വിശ്വസിച്ചതുകൊണ്ടാണ് ഇത് അങ്ങനെ എഴുതിയത്. ഇനിയും നോക്കൂ, അടുത്ത വചനം നമ്മൾ വായിക്കുകയാണ്. 27 മുതൽ വചനം ഇന്നലെ ഞാൻ പരാമർശിച്ചത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവന് കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. 29 വചനം. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇതാ ഞാൻ ഇന്നലെ പറഞ്ഞത്. വിശുദ്ധ കുർബാന സ്വീകരണം ഒരു പക്ഷേ ശിക്ഷാവിധിക്ക് കാരണമാകെ തീർന്നേക്കാം. നമ്മൾ പരസ്പര വൈരാഗ്യത്തോടും ഹൃദയം വിശുദ്ധീകരിക്കാതെയുമാണ് അപ്പവും വീഞ്ഞും അഥവാ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത്. ഇതെൻ്റെ വാക്കല്ല, ഞാൻ ബൈബിൾ നിങ്ങൾക്ക് ഉദ്ധരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പൗലോസ്ലീഹ പറഞ്ഞ ഈ കൂരാശ വചനം എല്ലാ 4 അപ്പസ്തലന്മാരും എഴുതിയിട്ടുണ്ട്. മത്തായിയും മർക്കോസും ലൂക്കായും യോഹന്നാനും എഴുതിയിട്ടുണ്ട് കുർബാന സ്ഥാപനത്തെ പറ്റി. അപ്പോൾ സ്ഥാപന വചനം. ഇനി നമുക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം ആ വാക്ക്. ഇത് എൻ്റെ ശരീരം ആകുന്നു. ആകുമെന്നോ അയക്കാമെന്നോ അല്ല, ആണ്. നമ്മളുള്ളത് ആ വ്യാകരണം ശരിക്കും മനസ്സിലാക്കണം. അപ്പം എടുത്ത് പറയുകയാണ്, ഇതെൻ്റെ ശരീരം ആകുന്നു എന്ന് പറഞ്ഞാൽ ആ അപ്പം അവൻ്റെ ശരീരം ആണ്. അതിന് മറിച്ചൊരു ചിന്താഗതി ഇല്ല അവിടെ. അതിനുള്ള വേറെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, അതിന് വേറെ ഒരു വ്യാഖ്യാനം പറയാനില്ല. ഉണ്ടോ?
വ്യാഖ്യാനം ആവശ്യമില്ലാത്ത ഒരു വാക്കാണ്, അത് മനസ്സിലാക്കണം. ഉദാഹരണം ഞാൻ പറയാണ്, ഇത് മഞ്ഞാക്കളച്ചാണ്, ഇതെടുത്ത് പറഞ്ഞാൽ അത് നിങ്ങൾ പറയാം അച്ഛന് വട്ടാണ്. ഒരു പക്ഷേ അത് ഈശോ ഇത് പറഞ്ഞപ്പോഴും അവർക്ക് മനുഷ്യ തോന്നിക്കാണും ഇത് വട്ടാണ്. പക്ഷെ ഈശോ പറഞ്ഞ വചനം ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനം കടന്നു പോയില്ല. അപ്പോൾ ആ അപ്പം ശരീരം തന്നെ ആകുന്നു എന്താണ് ഞാൻ പറയാൻ കാരണം, നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. യോഹന്നാൻ അധ്യായം 6 വിശുദ്ധ കുർബാനയെ പറ്റി കൂടുതൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു അധ്യായം. മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആരംഭത്തിൽ ഒരു വലിയ അത്ഭുതം നടന്നു ആ അധ്യായത്തിൽ. 5000 പേർക്ക് 5 അപ്പം കൊണ്ട് ഭക്ഷണം കൊടുക്കുകയാണ്. ഇനിയും എല്ലാ സുവിശേഷകരും പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒഴിച്ച് 5000 പുരുഷന്മാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. പെണ്ണുങ്ങളെയും പിള്ളേരെ എണ്ണിയില്ല. വേറൊരുത്തും കാണിച്ചതാണോ എണ്ണാൻ കൊള്ളാഞ്ഞിട്ടാണോ എന്താന്ന് എനിക്കറിയില്ല. എന്തായിരിക്കും അതിന് കാരണം? 5000 പുരുഷന്മാരെ മാത്രമേ അപ്പസ്തലന്മാർ എണ്ണിയുള്ളൂ. എന്തെങ്കിലും കാരണം കാണുമോ? ഉണ്ടായിരുന്നു കണിശം, അവരെ കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീകളെ എണ്ണാഞ്ഞത്? എനിക്ക് തോന്നെ എണ്ണാൻ വരാത്തവരും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പള്ളിപ്പോയാലും കൂടുതൽ വരുന്ന ആരാ? സ്ത്രീകളല്ലേ. നമ്മുടെ പള്ളികളിലാണെങ്കിലും ആണുങ്ങളെക്കാൾ കൂടുതൽ വരുന്ന പെണ്ണുങ്ങളല്ലേ. അതായിരിക്കാം ഒരു കാരണം. പക്ഷെ ഞാൻ കാണുന്ന അതല്ല. അന്ന് കാലത്ത് പള്ളിയിൽ അഥവാ ദേവാലയത്തിൽ പോയിരുന്ന കുടുംബമായിട്ടാണ്. അപ്പൊ കുടുംബനാഥന്മാരെ മാത്രമേ എണ്ണിയുള്ളൂ. കാരണം ഒത്തിരി പേരുണ്ടായിരുന്നുകൊണ്ട് എണ്ണാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അപ്പസ്തലന്മാർ എണ്ണിയത് കുടുംബനാഥന്മാർ. നമുക്ക് അടുത്ത കാലം വരെ പള്ളി പോകുന്നത് അങ്ങനെ. പണ്ടൊക്കെ ഞായറാഴ്ച പള്ളി പോകാന്നില്ല, കുടുംബത്തെ എല്ലാവരും കൂടെ പോയിക്കൊണ്ടിരുന്നത്. ഓർക്കുന്നുണ്ട് ഒരാളത്തെ കുർബാനയ്ക്ക്. പിന്നീടാണ് പിള്ളേർക്കുള്ള കുർബാന 2ാം കുർബാന ആക്കിയത്. ഇപ്പൊ അതൊന്നും ഇല്ല, പോയി അല്ലേ? ശരിയല്ലേ? ഓർക്കുന്നില്ലേ? അപ്പൊ കുടുംബസമേതം അത് ദേവാലയത്തിൽ പോവുക യൂതന്മാരുടെ ഒരു സമ്പ്രദായമായിരുന്നു. അപ്പോൾ കുടുംബനാഥന്മാരെ എണ്ണി 5000 കുടുംബനാഥന്മാർ. എങ്കിൽ ഒത്തിരി പെണ്ണുങ്ങളും ഒത്തിരി പിള്ളേരും പിന്നെ അവിടെ ബന്ധുക്കാരും ഇല്ല, അമ്മായിയമ്മയും അമ്മായിപ്പനും എല്ലാം ഇല്ല. എല്ലാം കൂടെ കൂടിയാൽ എനിക്ക് തോന്നുന്നത് 100,000 പേരിലും ഉണ്ടായിരുന്നിരിക്കണം, ഒരു ചെറിയ കണക്ക് കൂട്ടലിൽ. ഇനിയും അവിടെ വെച്ചാണ് അത്ഭുതം നടത്തുന്നു. ഇനി എന്താണ് അത്ഭുതം? 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെ, അത് 50,000 പേരെ, 1,00,000 പേരെ തീറ്റി സംതൃപ്തരാക്കി മിച്ചം ഉണ്ടായിരുന്നു. ഇതുവഴിയായിട്ട് കർത്താവ് എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചെന്നറിയാമോ? അപ്പം കൊണ്ട് എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അപ്പസ്തലന്മാരെ വിശ്വസിക്കണം എന്നാണല്ലോ ആഗ്രഹം. ഈശോയുടെ എപ്പോഴും എന്താണ്? ഇവരെ വിശ്വാസത്തിലേക്ക് നയിക്കുക. അപ്പോൾ ഇത് കാണിട്ട് ഇവർക്ക് എനിക്ക് 2 അപ്പം കൊണ്ടോ 5 അപ്പം കൊണ്ടോ എനിക്ക് എത്രയായിരം പേരിലും എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പം കൊണ്ട് അത്ഭുതം ചെയ്യാൻ സാധിക്കും എന്നത് അവർ തലയിൽ കയറ്റുകയായിരുന്നു. ഇതിനു മുമ്പ് അവർക്കൊരു കാര്യം മനസ്സിലാക്കാമായിരുന്നു. എന്ത്? കാനായിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി. എന്താ സംഭവിച്ച? ഒരു വസ്തുഭേദം സംഭവിക്കലായിരുന്നു. ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ സബ്സ്റ്റൻസ് മുഴുവനും വീഞ്ഞായി മാറി. ഹല്ലേലൂയ. ഇനി അത് അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. വലിയ അത്ഭുതമായിരുന്നത്. അവരെല്ലാം കണ്ടു. ആ കല്യാണത്തെ സംബന്ധിച്ച് എല്ലാവരും കണ്ടു. ഇനി ഇത് 2ാമത്തെ വേറൊരു അത്ഭുതമാണ്. ഈശോയ്ക്ക് അപ്പം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇനി അടുത്ത അത്ഭുതം എന്തെന്നറിയാമോ? വെള്ളത്തിന് മീതെ നടക്കുക. അതാണ് 2ാമത്തെ അത്ഭുതം. നമ്മൾ 6-ാം അധ്യായം 16 മുതൽ കാണുന്നത്. ആ ചരിത്രം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ഇനിയും എന്താ സംഭവിച്ചത്? വെള്ളം കട്ടയായതാണോ അതോ കർത്താവ് അത്ഭുതകരമായി നടക്കുകയാണോ ചെയ്തത്? ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, എങ്ങനെ നടക്കാൻ പറ്റി വെള്ളത്തിന് മുകളിലൂടെ? ഈശോയ്ക്ക് ഏതായാലും വെയിറ്റ് ഉണ്ടായിരുന്നു. 100 കിലോയോ 80 കിലോ ഉണ്ടായിരുന്നു. ഈ 80 90 കിലോ ഉള്ളവൻ എങ്ങനെയാണ് വെള്ളത്തിന് മുകളിൽ കൂടെ നടന്നപ്പാ? ഒരു പക്ഷേ ഈശോ നടന്ന് എന്നിപ്പോൾ ഐശ്വര്യമായി കാണും എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അല്ല സംഭവിച്ചു. ഈശോ അതുവഴി ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു. എന്ത്? നമുക്ക് തന്നെ അറിയാൻ പറ്റിയൊരു ഉദാഹരണമായിട്ട്, ഇരുമ്പ് വെള്ളത്തിലിട്ടാൽ താന്നു പോകും, ഇല്ലേ? ഇരുമ്പ് വെള്ളത്തിലിട്ടാൽ താന്നു പോകും. എന്നാൽ വള്ളം അല്ലെങ്കിൽ ഷിപ്പ്, കപ്പൽ താന്നു പോകുന്നില്ല. അതിന് കാരണം എന്താ? കപ്പലിന്റെ ഷേപ്പ് അങ്ങനെയാ, അല്ലേ? അതായത് ഇരുമ്പിന്റെ ഷേപ്പ് പരത്തി ഉരുട്ടുമ്പോൾ അത് വെള്ളത്തിൽ പൊങ്ങി കിടക്കും. അപ്പോൾ ഈശോ ഒരാശയം കൊടുക്കുകയായിരുന്നു. അതെ, ഞാൻ 100 കിലോ തൂക്കമുള്ളവനായാലും എനിക്ക് വെള്ളത്തിന് മുകളിലൂടെ ഷേപ്പ് മാറ്റാൻ സാധിക്കും. ഹല്ലേലൂയ. അതെ ഷേപ്പിന് മാറ്റം കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നവനാണ് എന്ന് അപ്പോസ്തലന്മാർ തലമണ്ടയ്ക്ക് മനസ്സിലാക്കാനായിട്ടാണ് ഇത് അത്ഭുതം ചെയ്തത്. ഇനി അതിനുശേഷമാണ് വിശുദ്ധ കുർബാനയെപ്പറ്റി കർത്താവ് പറയുന്നത്. 25 മുതൽ വചനം. 27-ാം വചനത്തിൽ പറയുന്നു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. അത് ആമുഖം മാത്രമാണ്.
ഇനിയും 29 വചനം യേശു പറഞ്ഞു, ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? ഹല്ലേലൂയ. അപ്പോൾ ഒരു അടയാളം അവർ ചോദിക്കുകയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനായിട്ട്. ധാരാളം അടയാളങ്ങൾ നടന്നു. രോഗശാന്തി, അത്ഭുതം, പിശാചിനെ ഓടിക്കലൊക്കെ നടന്നു, ഇല്ലേ? ഇതുകൊണ്ടൊന്നും ഇവന്മാരൊന്നും ആരും വിശ്വസിച്ചില്ല. എന്നിട്ട് വീണ്ടും അടയാളം ചോദിക്കുകയാണ്. അപ്പോൾ കൊടുക്കുന്ന അടയാളമാണ് വിശുദ്ധ കുർബാനയുടെ അടയാളം. ഹല്ലേലൂയ. നോക്കൂ, തുടർന്ന് എന്താ സംഭവിച്ചത് എന്ന് 35 വചനം. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ. കാരണം ഈശോ എന്താ ആദ്യം അത് വളച്ചു തരാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. 33 വചനം. അപ്പോൾ അവർ പറഞ്ഞു, ആ അപ്പം തരണമേ. യേശു പറഞ്ഞു, എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നത് ആവശ്യമില്ല. ഞാൻ നിങ്ങൾ കണ്ടിട്ടും എന്നെ വിശ്വസിക്കുന്നില്ല. പിതാവ് എനിക്ക് നൽകിയവരെല്ലാം എൻ്റെ അടുത്ത് വരും. അപ്പൊ കർത്താവ് അതെ പ്രസംഗത്തിൽ പറയാണ്, ഞങ്ങളെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും പിതാവ് നിശ്ചയിക്കുന്നത് മാത്രമേ എൻ്റെ അടുത്ത് വരൂ എന്ന്. ഇനിയും 41 വചനം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് പറഞ്ഞതിനാൽ യഹൂദർ പിറുപിറുത്തു. ഹല്ലേലൂയ. അവർ പറഞ്ഞു, അച്ഛൻ്റെ മകനല്ലേ, ആശാരി ചെറുക്കൻ്റെ മകനല്ലേ, മറിയയുടെ മകനല്ലേ? അവൻ പറയാണ് അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ആണ് എന്ന്. അപ്പോൾ ഈശോ ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ചുക്ക് ഇവർക്ക് മനസ്സിലായില്ല. വെള്ളത്തിന് പേരെ നടന്നിട്ടും 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയിട്ടും അതിന് മുമ്പ് പല അത്ഭുതങ്ങളും ചെയ്തു. പക്ഷേ ഒരു ചുക്ക് ഇവർക്ക് യേശുവിനെ പറ്റി അറിഞ്ഞില്ല, വിശ്വാസമില്ലായിരുന്നു എന്ന് ചുരുക്കം. ഇനി അവർ പിറുപിറുത്തു. ഇനിയും അതിനുശേഷം കാണുക 44 വചനം, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. ഇനിയും 47 വചനം വളരെ പ്രാധാന്യമുള്ളൊരു വചനമാണ്. സത്യം സത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പ്രാധാന്യം, വിശ്വാസത്തെപ്പറ്റി ഓരോ അച്ഛന്മാരോട് പ്രസംഗിച്ചു എന്ന് എനിക്കറിയാം. അപ്പൊ നമ്മുടെ രക്ഷയ്ക്ക് ഏറ്റവും നിദാനമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ളതാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. എന്ത്? 2 തരത്തിൽ വിശ്വാസമുണ്ട്. എന്തെങ്കിലും കിട്ടാനായിട്ടുള്ള വിശ്വാസം. ഒന്ന്, എന്ത്? വിശ്വസിച്ചാൽ എനിക്ക് രോഗശാന്തി കിട്ടും. അതെന്താന്ന് ചോദിച്ചാൽ യേശുവിനെ കളിപ്പിക്കില്ല, യേശുവിന് കാര്യം നേടിയെടുക്കാനുള്ള വിശ്വാസം. ഇതെല്ലാം കരിസ്മാറ്റിക്കൽക്കും അറിയാം. വിശ്വസിച്ചാൽ ചോദിക്കുന്നതെല്ലാം കിട്ടും, ചോദിച്ചതെല്ലാം കിട്ടിയെന്ന് വിശ്വസിക്കുക. അതായത് മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 23, മർക്കോസ് 11:23. അത് വെച്ചാണ് ഇന്നത്തെ എല്ലാ കരിസ്മാറ്റിക് പ്രയോഗങ്ങളും. തലവേദന മാറാനായിട്ട് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ്, ഇന്നലെ ഞാനത് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ വിശ്വസിച്ച് പഠിച്ചാൽ അത് കിട്ടും. അപ്പൊ കർത്താവിന് എന്തെങ്കിലും തെണ്ടി കിട്ടാനായിട്ടുള്ള വിശ്വാസം, ആ വിശ്വാസമല്ല ഈശോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ യേശു ദൈവപുത്രനാണ്, ത്രിയേക ദൈവത്തിലെ 2ാം ആളായ ഈശോ ദൈവം തമ്പുരാനാണ്, അവൻ എൻ്റെ നാഥനാണ്, എൻ്റെ കർത്താവാണ് എന്ന് അവന് വിശ്വസിക്കുക, യാതൊരു നേട്ടവും പ്രതീക്ഷിക്കാതെ. ഹല്ലേലൂയ. രോഗശാന്തി പ്രതീക്ഷിച്ചല്ല, അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് പോകാനായിട്ടോ അല്ലെങ്കിൽ ജർമ്മനിക്ക് പോകാനായിട്ടോ പരീക്ഷ പാസ്സാകാനും വെച്ചുകൊണ്ടല്ല. പിന്നെയോ യേശു എൻ്റെ എല്ലാം സർവസ്വമാണ്. ഇതാണ് ആ വിശ്വാസം വേണ്ടത്. അതിനാണ് ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത് എന്നോർക്കണം. ഇനിയും നോക്കൂ, അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന്. വചനം 56 വചനം, അതിനുശേഷം 51 വചനം, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം ആണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ആദ്യം പിറുപിറുത്തു, ഇപ്പോൾ തർക്കിക്കാൻ തുടങ്ങി. ഇതെങ്ങനെ പറ്റും? ഇവന്റെ ശരീരം തിന്നാൻ ആർക്ക് പറ്റും? നോക്കൂ, അടുത്ത വചനം പറയുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഇനിയും അതിനുശേഷം അതേപ്പറ്റി വിശദീകരിച്ച് പറയുകയാണ്, എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണമാണ്, എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാണ്. ഇതെല്ലാം പറഞ്ഞു പോവുകയാണ്. ഞാനിതിലേക്ക് പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. 60 വചനം, ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്. ഹല്ലേലൂയ. ഇന്നും പല ക്രൈസ്തവർക്കും ഈശോയുടെ വചനം കഠിനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, വിശുദ്ധ കുർബാനയുടെ സമയത്ത് അപ്പത്തിൻ്റെ മുഴുവൻ അംശങ്ങളും ഈശോയുടെ ശരീരമായി മാറുന്നു എന്ന് വിശ്വസിക്കുന്ന ഏക സഭ കത്തോലിക്ക സഭയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനൊരു പ്രത്യേക വാക്കുണ്ട്, ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ്, വസ്തു പൂർണ്ണമായി മാറുക. അതാണ്
അതായത് അപ്പത്തിൻ്റെ സകല സബ്സ്റ്റൻസും മുഴുവൻ വസ്തുതയും ഈശോയുടെ ശരീരമായിട്ട് മാറുന്നു. എപ്പോൾ ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് വൈദികൻ പറയുമ്പോൾ അവൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലും അതെ, ആ സമയം കഴിഞ്ഞാൽ പിന്നെ അൽത്താരയിൽ അപ്പമില്ല, ഈശോയുടെ ശരീരമേ ഉള്ളൂ. നമുക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കാം, ആ വിശ്വാസം നമുക്കുണ്ടോ എന്ന്. ഞാൻ വൈദികരോട് പലരോടും ചോദിക്കാറുള്ളതാണ്. കാര്യം ക്രിയയൊക്കെ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം, കുർബാനയുടെ അവസാനം ഒരു പൊടി ഉണ്ടെങ്കിൽ പോലും അത് തൊട്ട് വൈദികൻ അത് സ്വീകരിക്കും. എന്താണ് അത്? അപ്പമല്ല, പിന്നെയോ അവിടുത്തെ ശരീരം ആകുന്നു. പ്രിയമുള്ളവരെ, ഇത് ഉള്ളുകൊണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വചനമാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞെന്താണ്, ഈ വചനം കഠിനമാണ്. എന്താ നമ്മൾ നോക്കുമ്പം അപ്പം ഗോതമ്പപ്പം, അതിന് നിറവും അത് തന്നെ. പിന്നെ അതെങ്ങനെയാ ശരീരമാകുന്നത്? ഈ സാധാരണ മനസ്സിനെല്ലാം വരാവുന്ന ഒരു ചോദ്യം ആണ്. ഇവിടെ പ്രിയ മക്കളെ ഓർക്കണം, കത്തോലിക്ക സഭയിൽ പലയിടത്തും ആർക്കൊരു വാച്ചുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് വെക്കാവോ, എനിക്ക് സമയം നോക്കാൻ. നിങ്ങൾ ഒരു കാര്യം ഓർക്കണമേ, അതായത് കത്തോലിക്ക സഭയിൽ ധാരാളം വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഇനിയും അതിലെ വലിയ അത്ഭുതം ആദ്യം നടന്നതും 8-ാം നൂറ്റാണ്ടിൽ ലൻഷ്യാനോ എന്ന് പറയുന്ന ഇറ്റലിയിലെ ഒരു സ്ഥലത്താണ്. ഇനിയും അതിനുശേഷം ഔദ്യോഗികമായി സഭ സത്യമായി പ്രഖ്യാപിച്ച 153 വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ റോമിൽ പോയാൽ അവിടെ ഒരു പള്ളിയുണ്ട്, വിശുദ്ധ സനിസ്ലാവൂഷിൻ്റെ പള്ളി. അവിടെ ഇതിൻ്റെ എല്ലാം എക്സിബിഷൻ വച്ചിട്ടുണ്ട്. അടുത്തിടയിലും പോളണ്ട് 2 സ്ഥലത്ത്, സുക്കോഷ അതുപോലെ ലക്നീഷ എന്നീ 2 സ്ഥലത്ത് ഇതുപോലെ അത്ഭുതം നടന്നു. ഞാൻ രണ്ടും ദിക്സാക്ഷിയാണ്, കണ്ടതാണ്. പ്രിയമുള്ളവരെ, ലൻഷ്യാനോയുടെ അത്ഭുതത്തെ പറഞ്ഞ് ഞാൻ തുടങ്ങാം. ലൻഷ്യാനോയിൽ ഒരു അച്ഛൻ സംശയിച്ചു, അതായത് കുർബാന സമയത്ത് ഇത് ശരീരമായി മാറുമോ എന്ന്. അപ്പോൾ അത് ശരീരം മാംസമായി മാറി അതിൽ കൂടെ രക്തം പൊടിച്ചു. അദ്ദേഹം പേടിച്ച് ബോധം കെട്ട് വീണു. ഒത്തിരി സംഭവങ്ങളുണ്ടായി. അതിനുശേഷം അത് സൂക്ഷിച്ചിരിക്കുന്നതാണ് ഇന്നും. 8-ാം നൂറ്റാണ്ടിൽ നടന്ന ആ അത്ഭുതത്തിൻ്റെ ആ ശരീരവും രക്തവും ഇന്നും പച്ചക്കെ കാണാൻ നിങ്ങൾ ലൻഷ്യാനോയിൽ ചെന്നാൽ, പോയിട്ടുണ്ടെങ്കിൽ റോമിൽ പോകുന്ന ആളുകൾ വിശുദ്ധ നാടൊക്കെ കാണാൻ പോകുന്നവരോട് സന്ദർശിക്കും. പല തവണ ഞാനവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടാണ്. അതായത് ആ രക്തം കട്ട പിടിച്ച് 5 കഷണങ്ങളായി ഒരു കാസാക്കകത്തിരിക്കുകയാണ്. അതിന് യാതൊരു കെമിക്കൽസോ ഒന്നുമില്ല, ചുമ്മാ നമ്മുടെ അന്തരീക്ഷത്തിൽ തുറന്നു വച്ചിരിക്കുന്ന ഒരു കാസ. അത് കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇത്രയും കൊല്ലമാറ്റത് കേടില്ലാതിരിക്കുന്നത്. ഒന്ന്, കാറ്റും കൊള്ളുന്നുണ്ട്, അന്തരീക്ഷങ്ങൾ മാറുന്നുണ്ട്, പക്ഷേ ഇത് മാറാതിരിക്കുന്നു. 5 കഷണങ്ങളായിട്ട് കാണാം ആ രക്തം, 5 മുറിവുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ അപ്പമായി മാറുന്ന ശരീരവും. ഇനിയും അത് പരിശോധിച്ച് അടുത്ത കാലത്ത് വരെ പരിശോധനകൾ ഒന്നിനു പുറകെ ഒന്നായി ശാസ്ത്രജ്ഞന്മാർ നടത്തി. ചരിത്രം പറഞ്ഞ 2300 ഗവേഷണങ്ങൾ ഇവ രണ്ടും വെച്ച് നടത്തി. ഹല്ലേലൂയ. ഇനി അത് മുതൽ നടന്ന എല്ലാം ഞാൻ പറഞ്ഞ അടുത്ത കാലത്ത് ഈ ലക്നീഷായാലും സുക്കോഷായാലും പോളണ്ടിൽ നടന്നതുവരെ നമ്മുടെ നാട്ടിലെ പോലല്ല. ഇങ്ങനൊരു അത്ഭുതം ഉണ്ടായ ഉടൻ തന്നെ അത് ശാസ്ത്രജ്ഞന്മാരെ ഏൽപ്പിക്കും, ഫോറൻസിക് വിഭാഗത്തെ ഏൽപ്പിക്കും. മനസ്സിലാക്കണം. ഞാൻ ഒരെണ്ണം മാത്രം പറയുന്നുള്ളൂ, എല്ലാം പറയുന്നില്ല. ലൻഷ്യാനോയിലെ വലിയ പ്രശസ്തരായ ഇറ്റലിയിലും വിയന്നയിലും അമേരിക്കയിലുമുള്ള ശാസ്ത്രജ്ഞന്മാരാണ് പരിശോധിച്ചത്. അതിൽ ചിലരൊക്കെ വിശ്വാസം ഇല്ലാത്തവരായിരുന്നു. ഇനിയും അവർ പരിശോധിച്ച ശേഷം ഇത് കൊടുത്ത മെത്രാന്മാരോട് ചോദിച്ചത് എന്താണെന്നറിയാമോ? മനസ്സുരുകി മരിക്കുന്ന ഒരു മനുഷ്യൻ്റെ, ഒരു പുരുഷൻ്റെ ഹൃദയത്തിൻ്റെ പേശികൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? അത് കുറ്റകരമായ ഒരു കൃത്യമാണ് എന്ന്. How could you get the cardiac tissues of a man dying in agony? It is a criminal act. Hallelujah. അതായത് വേദന കൊണ്ട് പിടഞ്ഞു മരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് എവിടെ മുറിച്ചു കിട്ടി? അത് കുറ്റകരമാണ് എടുക്കുന്നത് എന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ആദ്യം ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ കോരിത്തരിച്ചും കരഞ്ഞുപോയി. ഞാൻ കൈകാര്യം ചെയ്യുന്ന ഇതെൻ്റെ ശരീരമാകുമെന്ന് പറയുന്ന നിമിഷത്തിൽ അത് ശരീരമായി മാത്രമല്ല മാറുന്നത്, പിന്നെയോ ഈശോയുടെ ഹാർട്ടായിട്ട് മാറുന്നു, ഈശോയുടെ ഹൃദയത്തിൻ്റെ പേശിയായി മാറുന്നു. ഏറ്റവും അവസാനം നടന്ന ലഗ്നീശാലെ അത്ഭുതത്തിലും അതുതന്നെയാണ്. നിരീശ്വരനായ ഒരു ഡോക്ടർ പോളണ്ടിൽ ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു, നിരീശ്വരനുമായിരുന്നു. അദ്ദേഹം ആർച്ച് ബിഷപ്പിനോട് ചോദിച്ചു, ഹൗ കുഡ് യു ഗെറ്റ് ദ കാർഡിയാക് ടിഷ്യൂസ് ഓഫ് ദ ഹാർട്ട് ഓഫ് എ മാൻ? പെണ്ണിൻ്റെ അല്ല, ആണിൻ്റെ.
പച്ചക്ക് ചോദിച്ച ചോദ്യമാണ്. ഇത് നമ്മുടെ ഹൃദയങ്ങളെ തുറപ്പിക്കേണ്ടത്. മക്കളെ, വിശുദ്ധ കുർബാനയിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് നമ്മൾ വെറുതെ പറയും, വസ്തുഭേദം സംഭവിച്ചു. ഇനി അതെല്ലാം മാറ്റി നമ്മൾ എന്തെല്ലാം പറഞ്ഞാൽ നമ്മുടെ കുർബാനയ്ക്കുള്ള വാക്കുകൾ പോലും ഓർമ്മയാചരണം അല്ലെങ്കിൽ രക്തരഹിതമായ ബലി, അതൊക്കെ വലിയ ദൈവശാസ്ത്രജ്ഞന്മാർ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഓർക്കും, മണ്ടന്മാർ ആത്മാവിൻ്റെ കൃപയില്ലാത്തവർ പറഞ്ഞു പോയിക്കുന്നത്. പ്രിയമുള്ളവർ, നിങ്ങൾ മനസ്സിലാക്കണം, ഈശോയുടെ ബ്ലഡിൻ്റെ ഗ്രൂപ്പ് ശാസ്ത്രീയമായി പരീക്ഷിച്ച് മനസ്സിലാക്കിയതാ. നിങ്ങൾക്ക് ഈശോ പൊതിഞ്ഞ വസ്ത്രമാണ് ടൂറിനിലെ കച്ച. നിങ്ങൾക്കെല്ലാം കേട്ടിട്ടുള്ളതാണ് ഇല്ലേ? 10 കൊല്ലം കൂടുമ്പം അത് എല്ലാവരെയും കാണിക്കാൻ പരസ്യമായി വെക്കുന്ന ടൂറിലുള്ള കർത്താവിനെ പൊതിഞ്ഞിരുന്ന ശവശരീരം പൊതിഞ്ഞ കച്ച. അതിൽ നിന്ന് അവർ രക്തം കണ്ടുപിടിച്ചു. നിങ്ങൾക്കറിയാം, രക്തങ്ങൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ശാസ്ത്രം പുരോഗമിച്ചു. നിങ്ങൾക്കറിയാം, AB പോസിറ്റീവാണ് കണ്ടുപിടിച്ചത്. വേറെ 2 വസ്ത്രം കൂടി ഈശോയുടേതുണ്ട്. ഒന്ന് നിങ്ങൾക്കറിയാം, പത്രോസും യോഹന്നാനും കൂടെ അകത്തേക്ക് കയറിയപ്പോൾ കല്ലറയിൽ ചെന്നപ്പം തലയിലുണ്ടായിരുന്ന തുണി അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ തുണി ഇന്ന് ഒവിയേദോ എന്ന് പറയുന്ന സ്പെയിനിൽ ഒരു കത്തീഡ്രലിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതും കാണാനുള്ള ഭാഗ്യമുണ്ടായി. അത് പരിശോധിച്ചപ്പോൾ അവർ കണ്ടത് എന്താണെന്നറിയാമോ? AB പോസിറ്റീവ് ബ്ലഡ് ആയിരുന്നു. ഇനി അതേ രീതിയിൽ ഒരു വലിയ അത്ഭുതമാണ് വെറോണിക്കയുടെ മുഖം തുടച്ചത്. അത് ഇറ്റലിയിൽ തന്നെ ഒരു സ്ഥലത്ത് മൊണോപ്പലോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട്. അവിടെയും പോകാനുള്ള ഭാഗ്യം കർത്താവ് തന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിലും കണ്ടത് AB പോസിറ്റീവ് ആണ്. മാത്രമല്ല, ഈ 3 സ്ഥലത്തെയും ആ വസ്ത്രം, നമ്മൾ വസ്ത്രം എന്ന് പറയും, കച്ച എന്ന് പറയും, കച്ചല്ല, അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് ഇതുവരെ ശാസ്ത്രജ്ഞന്മാർക്കോ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് തുണിയല്ല, അത് പട്ടല്ല, അതെന്താന്ന് അവർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ എന്തുകൊണ്ടുണ്ടാക്കിയതാണ് എന്ന്. ഇനിയും അതിൽ കൂടുതലായിട്ടും അതിലുണ്ടായിരിക്കുന്ന മാർക്ക്, എനിക്കറിയാം, ടൂറിലെ കച്ചയിൽ ക്രൂശിതനായ മനുഷ്യൻ്റെ മുഴുവൻ രൂപമുണ്ട്. അതെങ്ങനെയാ പെയിന്റ് ചെയ്തതല്ല. ആ പെയിന്റ് ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അത് പരിശോധനകളെല്ലാം നടത്തിയിട്ടും ഇതെങ്ങനെ ഉണ്ടായി? പിന്നെ ഒറ്റ കൺക്ലൂഷൻ, ഒറ്റ സംക്ഷേപമേ ഉള്ളൂ, ഈശോയുടെ രക്തം പുരണ്ട മുറിവിൽ നിന്നുള്ള ആവി കൊണ്ടുണ്ടായതായിരിക്കണം എന്ന്. ഹല്ലേലൂയ. അല്ലാതെ എങ്ങനെ അതിൽ ആ പാട് വന്നുവെന്ന് അത് മായ്ച്ചു കളയാനും പറ്റത്തില്ല. അത് രാസപദാർത്ഥങ്ങൾക്ക് ഉപയോഗിച്ചാൽ പിടിക്കുകയില്ല. ഈ 3 വസ്ത്രത്തിൻ്റെയും പ്രത്യേകത ഇതൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ വായിക്കാൻ സാധിക്കും. ഞാൻ അതൊന്നും കൂട്ടി പറയുന്നതല്ല. ഇതെല്ലാം ഇൻ്റർനെറ്റിൽ നിന്നാണ് ഞാനും വായിച്ചതും കണ്ടതും. പ്രിയമുള്ള നേരിട്ട് കണ്ടുവെങ്കിലും കൂടുതലായിട്ട് പഠിച്ചത് ഇതാണ്. അത് വിശുദ്ധ കുർബാനയുടെ വലിയ അത്ഭുതം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതേ ഈ 153 ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വിശുദ്ധ കുർബാന അത്ഭുതങ്ങളിലും ആ വീഞ്ഞ രക്തമായി മാറിയതും AB പോസിറ്റീവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മതിയാവും, ഇതെൻ്റെ രക്തമാകുന്നു എന്ന വാക്കിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അതെ, ആരാണ് ചങ്ക് പൊട്ടിക്കരഞ്ഞ് മരിച്ചത്? നമ്മുടെ ഈശോ ആണ്, അല്ലേ? അതുകൊണ്ടാണ് ഡോക്ടർമാർ, ഇങ്ങേറ്റം അവിശ്വാസം ആയിരുന്ന ഡോക്ടർമാർ പോലും, എഥെയിസ്റ്റായിരുന്ന അവിശ്വാസികളായ ആളുകൾ പോലും പറഞ്ഞു, അത് ചങ്ക് പൊട്ടി ഹൃദയവേദനയോടെ മരിച്ച ആളിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റി? അത് ക്രിമിനൽ കുറ്റമാണ് എന്ന്. ഹല്ലേലൂയ. അത് മരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ചങ്ക് മുറിക്കാന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റം. അപ്പോഴാണ് അവർ ചോദിച്ച ബിഷപ്പ്മാരോട്. ഇതൊക്കെ പ്രിയമുള്ള വായിക്കുമ്പോൾ എൻ്റെ വിശ്വാസം കൂടുതൽ അങ്ങ് വർദ്ധിക്കുകയാണ്. ഈശോ, ഞാൻ ഓരോ കുർബാന ചെല്ലുമ്പോഴും ഞാൻ ചിന്തിക്കും, ദൈവമേ, അതല്ലെങ്കിൽ ആളുകളുടെ വായിലേക്ക് ഇത് എൻ്റെ ശരീരമാകുമെന്ന് പറഞ്ഞു, ദിസ് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ, ദൈവമേ, അങ്ങനെ അല്ലല്ലോ പറയേണ്ടത്. ഇത് ഈശോയുടെ ഹൃദയമാകുന്നു. എന്താണ് ഹാർട്ട്? സ്നേഹം, അല്ലേ? നമുക്കറിയാം, നമുക്ക് ഒത്തിരി സ്നേഹമുള്ള പ്രിയതമയ്ക്ക് വേണമെങ്കിൽ ഒരു പടം വരച്ചു കൊടുക്കും, ഹാർട്ടിൻ്റെ ഐ ലവ് യു എന്നും പറഞ്ഞ്, അല്ലേ? ഭാര്യയും ഭർത്താവിൻ്റെ സ്നേഹമാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം. ഏതെങ്കിലും ഒരു ഭാര്യയോ ഭർത്താവോ ഹൃദയം അല്ലെങ്കിൽ മുറിച്ച് ഭാര്യ ഭർത്താവിനോ കൊടുത്തായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, ഉണ്ടോ? സ്നേഹം മൂത്ത് വരുമ്പോൾ കരളേന്ന് വിളിക്കും, ഇല്ല എന്നെ വേണമെങ്കിൽ ചങ്കേന്ന് വിളിച്ചേക്കും. പക്ഷെ ഒരിക്കലും ലിറ്ററലായിട്ട് മുറിച്ചു കൊടുത്തിട്ടില്ല. അത് മുറിച്ചു തന്ന ഏക സ്നേഹിതൻ ഇവനാണ്. ഹല്ലേലൂയ. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. റോമ അധ്യായം 5 വചനം 8. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളെ ഇനി സ്നേഹിതർ എന്ന് വിളിക്കുന്നു. യോഹന്നാൻ 15 14 15. യോഹന്നാൻ 15 വചനം 14 15. എങ്കിൽ ഇവിടെയാണ് നമ്മൾ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് പോകേണ്ടത് വിശുദ്ധ കുർബാനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, കുർബാന റീത്തല്ല, കുർബാന കുറേ പ്രാർത്ഥനകളല്ല,
അച്ഛൻ്റെ കുർബാനയല്ല, അത് ഈശോയുടെ കുർബാനയാണ്. ഇനിയെങ്കിലും പറയരുത് മഞ്ഞാക്കലച്ഛൻ്റെ കുർബാന, കാരിച്ചൻ്റെ കുർബാന. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കമൻറ്റ്, ആ അച്ഛൻ്റെ കുർബാന നല്ലതായിരുന്നു. ഹല്ലേലൂയ. അതെ, അച്ഛനല്ല. നിങ്ങൾ പുസ്തകം നോക്കിക്കേ, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാർമികൻ എന്ന. ഹല്ലേലൂയ. കാർമികൻ മാത്രമാണ് വൈദികൻ. കുർബാന ആരുടെയാ? ഈശോയുടെ. ഈശോ മാത്രം ഏകബലി അർപ്പിച്ചു, ഏകബലി. ഇനിയും അതുകൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് ഏറെ സംശയമുണ്ട്, പെന്തക്കോസ്തുകാർ ചോദിക്കാറുണ്ട്. ഏകബലി അർപ്പിച്ചു എന്നാണ് ഹെബ്രായ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അച്ഛന്മാർ എന്തിനാണ് വീണ്ടും വീണ്ടും കുർബാന ചൊല്ലുന്നത് എന്ന് അതുകൂടി ഞാൻ വായിച്ചുകൊണ്ട് ഞാൻ പ്രസംഗം നിർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് സമയവും അപ്പോഴത്തേനും തീരും. ഹെബ്രായക്കാർക്ക് ലേഖനം അധ്യായം 10 അത് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ അധ്യായം മുഴുവൻ അത് വായിക്കാനായിട്ട് സാധിക്കും. ഹെബ്രായർ അധ്യായം എൻ്റെ മനസ്സിൽ പോർക്കും ദാനിയേലച്ചൻ പ്രസംഗിക്കാറുള്ളത് അതാ ഈശോ ലോകത്തിലേക്ക് വന്നത് കുർബാനയാകാനാണെന്ന്. നിങ്ങൾ ചിലരൊക്കെ ആ പ്രസംഗം കേട്ടു കാണും. കാരണം അതുകൊണ്ടാണ് കാനായിൽ വെച്ച് ആദ്യമേ വെള്ളം വീഞ്ഞാക്കിയത്. എനിക്ക് വസ്തുഭേദം നടത്താൻ എനിക്ക് പറ്റുമെന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ ഇതെല്ലാം അദ്ദേഹം വിവരിച്ച് പറയുന്നുണ്ട്. ഈശോ വന്നത് രോഗശാന്തി നൽകാനല്ല, പാപമോചനം നൽകാനല്ല, അല്ലെങ്കിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാനല്ല, പിന്നെയോ ദിവ്യബലിയായി തീരുവാൻ, കുർബാനയായി തീരുവാൻ. കാരണം കുർബാനയായി തീരുക എന്ന് പറഞ്ഞാൽ നമ്മോടുകൂടെ ഒത്ത് ജീവിക്കുവാൻ. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, ഈശോയ്ക്ക് പലതരത്തിലുള്ള ഡ്വെല്ലിംഗ്, ജീവിതമുണ്ട് എന്ന്. ഒന്ന്, ഈശോ ഉയർത്തെന്നിട്ട് പിതാവിന് വലത്തുഭാഗത്തിരിപ്പുണ്ട്. നമ്മുടെ വിശ്വാസ പ്രമാണമാണ്, ഇല്ലേ? ഈശോ പറഞ്ഞു, ഏറെ താമസിച്ചാൽ ഞാൻ നിങ്ങളോട് വരും. ഇപ്പം നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ ഈശോ നമ്മുടെ കൂടെ ഇവിടെ വസിക്കുന്നു. നിങ്ങൾ ഓർക്കണം, വളരെ വ്യക്തമായിട്ട് മാതാവിനോട് പറഞ്ഞാണ് ഗബ്രിയേൽ അവനെ എമ്മാനുവൽ എന്ന് വിളിക്കണമെന്ന്, ഇല്ലേ? നമ്മൾ ബൈബിൾ ഒരിടത്തും കാണുന്നില്ല എമ്മാനുവൽ അവനെ വിളിച്ചതായിട്ട്. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോഴാണ് ആ എമ്മാനുവൽ അനുഭവം. എമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ. ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് അതിനു വേണ്ടിയാണ്. ആ എമ്മാനുവൽ എന്ന പേര് ചുമ്മാ വിളിക്കാനല്ല, പിന്നെ നമ്മൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. നിങ്ങളോട് എപ്പോഴും ആയിരിക്കുന്നതിന് വേണ്ടി. അതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ഈശോ നമ്മോടൊത്ത് വസിക്കുന്നു, സ്വർഗത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ. നമുക്കറിയാം യേശു ദൈവം സർവ്വവ്യാപിയാണ്. അതുപോലെ തന്നെ എല്ലായിടത്തും പ്രസൻ്റാണ്, എല്ലായിടത്തും സന്നിഹിതനാണ്, സർവ്വസന്നിഹിതനാണ്. ഇനിയും നമ്മൾ പറയും ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ഈശോ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പം. ശരിയല്ലേ? ഉണ്ട്. അതായത് പരിശുദ്ധാത്മാവിലൂടെ. ഞാൻ പരിശുദ്ധാത്മാവിന് ദേവാലയമായതുകൊണ്ട് ഈശോ എന്നിൽ വസിക്കുന്നു. നമുക്ക് വാക്യം അറിയാം, യോഹന്നാൻ 14:20. യോഹന്നാൻ 14:20. അവൻ വരുമ്പോൾ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണ്, നിങ്ങൾക്ക് ബോധ്യം. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. വേറെ വചനമുണ്ട്, എന്ത്? 2-3 പേർ ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. മത്തായി വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 20-ാം അധ്യായം, അതായത് 21, 28, 28. എന്നേക്കാൾ ബൈബിൾ അറിയാവുന്ന നല്ല ചേച്ചിമാർ ഇവിടെ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 2-3 പേർ സമ്മേളിച്ചാൽ, ഇനിയും ആദ്യത്തേന് പറയുന്നത് വ്യക്തിപരമായ ഈശോയുടെ സാന്നിധ്യം, രണ്ടാമത്തേത് സ്നേഹപരമായ സാന്നിധ്യം. എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ 2-3 പേർ ഒന്നിച്ചാൽ അവിടെ ഉണ്ടാവും. ഇനിയും അവിടെ ഒരു ചോദ്യചിഹ്നമുണ്ട്. ഒന്ന്, ആ സാന്നിധ്യം എന്താണ്? ആധ്യാത്മിക സാന്നിധ്യം, സ്പിരിച്വൽ പ്രസൻസ്. ഞാൻ വരപ്രസാദത്തിലാണെങ്കിലേ എൻ്റെ അടുക്കൽ ഈശോ ഉള്ളൂ, അല്ലേ? അതുപോലെ 3 പേർ സ്നേഹത്തിൽ ഒന്നിച്ചാലേ അവിടെ ഈശോ ഉള്ളൂ. ഇനി മൂന്നാമത്തെ സാന്നിധ്യം ആണ് ശാരീരിക സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ. വിശുദ്ധ കുർബാന ഇപ്പോൾ എഴുന്നള്ളിച്ച് വെക്കുന്നു. നിങ്ങൾ 100 പേരും പറയുക, നീ ഈശോ അല്ലടാ, നീ ഈശോ അല്ലടാന്ന്. എന്നാലും അത് ഈശോ തന്നെയാണ്. ഹല്ലേലൂയ. അവിടെ അവൻ സന്നിഹിതനായിരിക്കുന്ന നിന്റെ വിശ്വാസത്തിന്റെ പേരിലല്ല. ഹല്ലേലൂയ. നിന്റെ സൽപ്പേരോ അല്ല, നിന്റെ വിശ്വാസവും സ്നേഹം കൊണ്ടുള്ള അവൻ ശരീരമാണ്. അതെ, ആ 2020 കൊല്ലം മുമ്പ് ഗലീലായാലും ജൂദയായാലും ഓടി നടന്ന അത്ഭുതവും അടയാളവും ചെയ്ത അതേ ഈശോ തന്നെയാണ് ശാരീരികമായിട്ട് നമ്മുടെ മധ്യത്തിൽ ഉള്ളത്. ഹല്ലേലൂയ. ഇതാ കഠിനമാണ്, വിശ്വസിക്കാൻ കഠിനമുള്ളതാണ്. അതുകൊണ്ട് പല യൂതന്മാർ നമ്മൾ കണ്ടല്ലോ, 12 ശിഷ്യന്മാരൊഴിച്ച് എല്ലാവരും ഇറങ്ങിപ്പോയി. ഞാൻ ആ ഭാഗം വായിച്ചില്ല, നിങ്ങൾക്ക് വായിക്കാം. യോഹന്നാൻ 6:26 മുതൽ വചനങ്ങൾ. ഈശോ അവരോടും ചോദിച്ചു, 12 പേര് മാത്രം അവശേഷിച്ചു. പാവം 12 മുക്കോപ്പിള്ളേർ. അവരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകണമെന്ന്. ഹല്ലേലൂയ. ഈശോ ആ 12 പേര് പോയാലും വാക്ക് തിരിച്ചെടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഈശോ ഈ വാക്ക് പറഞ്ഞുകൊണ്ടായി 5000 പേരും പോയത്. എന്താ പറഞ്ഞത്? ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു. എന്റെ ശരീരം തിന്നാൽ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലുമാണ്. ഇതവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഞാൻ എന്താ പറയുക, ഇന്ന്
കത്തോലിക്കർക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ആഴത്തിന്റെ ആഴത്തിൽ ആ വിശ്വാസം ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നമ്മുടെ അച്ഛന്മാരും മെത്രാന്മാരും ഈ കളി കളിക്കുകയില്ല. ഹല്ലേലൂയ. ഞാൻ പച്ചയ്ക്ക് പറയാണ്, ഈ കളി കളിക്കുകയില്ല. അതെ, ഭയങ്കര തീക്കളിയാണ് നമ്മുടെ കേരള സഭയിൽ നടക്കുന്നത് എന്ന് പച്ചയ്ക്ക് ഞാൻ പറയും. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ കുറവ്, ഏറ്റവും നമുക്കറിയാം, യാക്കോബായക്കാർ അടിവെക്കുന്നെങ്കിൽ അത് പണത്തിന് വേണ്ടി, വട്ടിപ്പണത്തിന് വേണ്ടി, അല്ലെ പള്ളികൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ മർമ്മമായ വിശുദ്ധ കുർബാനയെ പറ്റിയാണ് അടിപിടി ഉണ്ടാക്കുന്നത്. അതും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. കോലം കത്തിക്കുന്നതും പന്തം കൊളുത്തുന്നതും എല്ലാം ഓർക്കുമ്പോൾ കവന്ന് വീണ് കർത്താവിനോട് മാപ്പ് ചോദിക്കേണ്ടവരാണ് മലയാളി ക്രിസ്ത്യാനികൾ. ഹല്ലേലൂയ. മലയാളി കത്തോലിക്കർ, ക്രിസ്ത്യാനികൾ ഞാൻ പറയല. അതെ, ഇത് വേദനയോട് ഞാൻ പറയുന്നത്. എനിക്ക് വേദനയുണ്ട്. കേരളത്തിലെ കാര്യങ്ങൾ ഓർമ്മവും വേദനിച്ചുകൊണ്ട് ഞാൻ കർത്താവിനോട് പറയും, വിശ്വാസക്കുറവ് ഇതല്ല, വേറൊന്നുമല്ല. ആ അധ്യായത്തിൽ മുഴുവൻ ഈശോ പറഞ്ഞ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇത് വിശ്വാസത്തിന്റെ കുറവാണ്. കാരണം എന്താ, കുർബാന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മ ആചരണമാണ്. പ്രിയമുള്ളവരെ, ആ വാക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഡു ഇറ്റ് ഇൻ മെമ്മറി ഓഫ് മീ. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ഉദാഹരണം ഞാൻ പറയുകയാണ്, ഞാനാണ് ഈ കാരിശോൻ സ്ഥാപിച്ചത്. ഞാൻ പോകാൻ നേരത്തെ അജയനെ കെട്ടിപ്പിടിച്ച് പറയണം, അജയ ഈ കാരിശോന് വരുമ്പോഴല്ല നീ എന്നെ ഓർക്കുമെന്ന് എന്ന് പറഞ്ഞാൽ കാരിശോന് വന്നാലേ എന്നെ ഓർക്കുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ, നീ കാരിശോനിൽ വരണം, വന്നാലേ നീ എന്നെ ഓർക്കൂ. നീ വരാതിരുന്നാൽ നീ എന്നെ ഓർക്കില്ല. അപ്പോൾ ആ വചനത്തിന്റെ അർത്ഥം ഇതാ, ഡു ദിസ്, നീ ഇത് ചെയ്യൂ. എന്താണ്? ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് അപ്പവും വീഞ്ഞും എടുത്ത് പറയുക. അപ്പോൾ ഞാനവിടെ ഉണ്ട്. അപ്പോൾ നീ ഓർക്കും, ഞാൻ അത് ക്രൂശിതനായ യേശു ആണ് എന്ന്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ നിങ്ങളുടെ മനസ്സ് വീണ്ടും കൊണ്ടിരുന്നു 1 കൊരിന്ത്യർ അധ്യായം 11 എന്താണ് കുർബാന എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്ന ഭാഗം 11 അധ്യായം വചനം 26. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം, ഹല്ലേലൂയ, കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇതാണ് കുർബാന. ഈശോയുടെ രണ്ടാമത്തെ ആഗമനം വരെ നമ്മൾ ചെയ്യുമ്പോൾ കർത്താവിന്റെ മരണമാണ് പ്രഘോഷിക്കുന്നത്. ഇന്നലെ ഞാൻ അതേപ്പറ്റി പറഞ്ഞു, ഈശോയുടെ മരണം. അതുകൊണ്ട് നമ്മുടെ കുരിശിലുമായിരിക്കണം എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ കാണേണ്ടത്. ആ ക്രൂശിതനായ ഈശോ ആണ് നമ്മൾ അത്താരയിൽ കാണുന്നത്. ഇത് വെറുതെ മനസ്സുകൊണ്ട് കാണുന്നതല്ല, ഇമാജിനേഷൻ കൊണ്ട് കാണുന്നതല്ല. സത്യം അതാണ്. ആ ക്രൂശിക്കപ്പെട്ട നിമിഷത്തിലാണ് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടത്, പിശാചിന് വിടുതൽ കിട്ടിയത്, ആത്മീയവും മാനസികവുമായ രോഗശാന്തി കിട്ടിയത്, ശാരീരികമായ രോഗശാന്തി കിട്ടിയത്, എല്ലാറ്റുപരിയായി രക്ഷ കൈവന്നത്. ഹല്ലേലൂയ. ഇതാണ് ഓരോ കുർബാനയിലും സംബന്ധിക്കുന്നത്. അതെ, ഞാൻ ഒരു ബിഷപ്പുമായിട്ട് വഴക്കുണ്ടായി എൻ്റെ പേരിൽ. അത് പറഞ്ഞോട്ട് അത് ഞാൻ പറഞ്ഞു, ആ പിതാവ് പറഞ്ഞു, അച്ഛനടുത്തും പറയും കുർബാന സമയത്ത് രക്തം ചിന്തുന്ന കുർബാനയാന്ന്. ഇല്ല അച്ഛാ, അത് രക്തരഹിത കുർബാനയാ. അച്ഛാ, കുർബാന കഴിയുമ്പോൾ അവിടെ കാണുന്നത് വീഞ്ഞല്ലേ? എന്നോട് ഒരു പിതാവ് ചോദിച്ചതാ. അപ്പം ഞാൻ പറഞ്ഞു, പിതാവ് കുർബാന ചെലുത്ത് നിർത്തണം. അതിനാച്ചാ എന്നും നുണയല്ലേ രാവിലെ പറയുന്നേ? അപ്പം എടുത്ത് പറഞ്ഞു, ഇതിൻ്റെ ശരീരമാകുന്നു. ശരീരമാകുന്നില്ലെങ്കിൽ പിന്നെന്താ പറയുന്നേ? വീഞ്ഞെടുത്ത് പറയുന്നു ഇതിൻ്റെ രക്തമാകുന്നു. അപ്പൊ രക്തമാകുന്നില്ലെങ്കിൽ എന്താ പിതാവ്? നിർത്ത് പരിപാടി. അപ്പൊ അതേനെ നോക്കി. അച്ഛ, പിതാവിന് വായിച്ചേ ആ കുർബാനയുടെ വാക്ക്, ഇത് എൻ്റെ രക്തം ആകുന്നു. അപ്പൊ അച്ഛൻ പിതാവ് നുണയല്ലേ പറയുന്നേ? ആകുന്നില്ല എങ്കിൽ പിതാവ് പഠിപ്പിക്കുന്നത് രക്തരഹിത ബലിന്ന്, അതായത് രക്തമാകുന്നില്ലെന്ന് പറയുന്നു. അതേസമയം രാവിലെ ഞങ്ങൾ ജനത്തോട് പറയാണ് ഇതെന്റെ രക്തമാണ്. അപ്പം എന്നും അച്ഛന്മാർ പച്ച നുണയാ പറയുന്ന പിതാവ്. ഞാൻ പറഞ്ഞു, ഞാൻ വികാരത്തോടെ പറഞ്ഞു, വികാരത്തോടെ. അച്ഛൻ പിതാവിൻ്റെ കൈക്ക് പിടിച്ചു പറഞ്ഞു, അച്ഛൻ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. എൻ്റെ കണ്ണ് തുറപ്പിച്ചു. ഇനി ഞാൻ മേലിത് പറയുകയില്ല. രക്തരഹിത ബലി വേറൊന്നുമല്ല. ആർച്ച് ബിഷപ്പ്, പോളണ്ടിലെ ആർച്ച് ബിഷപ്പാണിത് പറഞ്ഞത്. എളിമയുണ്ടായിരുന്ന മനുഷ്യൻ, ദൈവശാസ്ത്രമൊക്കെ പഠിച്ച് 3 PhD ദൈവശാസ്ത്രത്തിലുള്ള ആളാണ്. എനിക്കൊന്നുമില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഒന്ന് ആലോചിക്കണം. എന്നും അച്ഛന്മാരിൽ ഏകദേശം 5 ലക്ഷം അൽത്താരയിൽ ഒരു ദിവസം ബലിയുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഏകദേശം 5 ലക്ഷത്തോളം കത്തോലിക്ക പുരോഹിതന്മാരുണ്ട്. അപ്പോൾ അവരെന്നും നുണയാ പറയുന്നത്, ഇതിൻ്റെ ശരീരമാകുന്നു, ഇതിൻ്റെ രക്തമാകുന്നു. ആശം പഠിപ്പിക്കുകയാണ് രക്തരഹിത ബലി. ഹല്ലേലൂയ. ഇല്ല, ആ മാംസത്തിൽ രക്തമുണ്ട്.
നമ്മൾ രക്തം മുക്കി തന്നില്ലെങ്കിലും നമുക്കറിയാം ഇവിടെ മാംസമുണ്ടോ അവിടെ രക്തം ഉണ്ട്. അത് സത്യമാണ്. നിനക്കറിയാമല്ലോ പണ്ടത്തെ കഥ, അത് കഥയല്ല സംഭവം. ജൂതനായ അവൻ്റെ മാംസം മുറിച്ച് തരണമെന്ന് പറഞ്ഞ കഥ അജയനെ മറന്നുപോയല്ലോ. നമ്മൾ കോളേജിൽ പഠിച്ചത് ഷൈലക് താങ്ക് യു. അതെ, ഞങ്ങൾ പഠിച്ചാണെങ്കിലും അങ്ങ് മറന്നുപോയി. ഷൈലക് എന്ന ആ കച്ചവടക്കാരൻ, ബിസിനസ്സുകാരൻ, അതെ, കടം കൊടുത്തത് അല്ലേ? എന്നിട്ട് അതെ ഒരു തൊടായുടെ മാംസം അതെ വെച്ച് വില പറഞ്ഞു അല്ലേ? അതിനുവേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ വക്കീൽ പറഞ്ഞ എന്താണ്, നിങ്ങൾക്ക് മാംസം എടുക്കാം പക്ഷേ രക്തം എടുക്കാൻ പാടില്ല എന്ന്. കാരണം മാംസം എടുത്താൽ അവിടെ രക്തവും ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കാൻ, നമ്മൾ ഒരു പക്ഷേ ഈ കോവിഡ് ഒക്കെ വന്നപ്പം വിശുദ്ധ കുർബാന ഇങ്ങനെ രക്തത്തെ മുക്കി കൊടുക്കാത്തതിൽ പലർക്കും പരാതിയുണ്ട്. ഇവിടെയാണ് വിശ്വാസം കാണേണ്ടത്. ആ ശരീരത്തിൽ രക്തം ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയാൻ കാരണം മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭാഷകൾ പോലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും കാണുന്ന എന്താണ്, ഇത് ഒരു ഓർമ്മയാചരണം, ഒരാചരണം. നമ്മുടെ വേദപാഠത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇന്ന് പലർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത്. ഇനിയും യേശുക്രിസ്തു ജീവിക്കുന്നതിനുള്ള വിശ്വാസം പോയത്. 2 അതെ രക്തമില്ലാത്ത കുർബാന. അച്ഛൻ നുണയും പറയുന്നു, ഇതിൻ്റെ രക്തം ആകും. നിന്റെ പിള്ളേർക്ക് നമ്മളെക്കാൾ മൂളയുണ്ട് ഇല്ലേ? ആ പിള്ളേർ നോക്കുമ്പം എന്നും അച്ഛൻ പറയുന്നു ഇതിൻ്റെ രക്തമാണ്. എന്നിട്ട് പഠിപ്പിക്കുന്ന എന്താണ് വേദപാഠ ക്ലാസ്സിൽ? രക്തരഹിത ബലി അല്ല, രക്തം ചിന്തുന്ന ബലി. അതെ, യേശുക്രിസ്തു ആ രക്തം ചിന്തിയപ്പോൾ അത് മനസ്സിലാക്കിയത് 2-3 പേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? നമ്മൾ ഇന്നലെ അത് പറയുണ്ടായി. ഒരു പക്ഷേ മാതാവിന് മനസ്സിലായി ഫുള്ളായിട്ട്, യോഹന്നാനും മഗ്ദലനായ്ക്കും അല്പമെങ്കിലും മനസ്സിലായി കാണും അല്ലേ? മറ്റവരെല്ലാം പറഞ്ഞത് അവന് വേണ്ടിയിട്ട് ആ കടം തീർക്കുകയാണ്, അവൻ്റെ പാപത്തിന് വേണ്ടി അവനെ തന്നെ അത് നശിപ്പിക്കുന്നു. ഇതാണ് അവർ എല്ലാം ചിന്തിച്ചത്. പ്രിയമുള്ളവർ, ഇവിടെയാണ് ബലിയുടെ അർത്ഥം ആഴമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിക്കുന്നത്. ഇത് ഏറെ എനിക്ക് വർദ്ധിച്ചെങ്കിൽ ഞാൻ പറയുന്ന മക്കളെ, എനിക്ക് വിശ്വാസത്തിൻ്റെ 1000 പോലും ഇല്ല, പോരാ, ഞാൻ ഇനിയും വളരേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ ഓർക്കും. ഓരോ ദിവസം കുർബാന ചെല്ലുമ്പോൾ അതെ അതാണ് എന്തേരെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനുള്ള കൃപ കിട്ടും. ആന്തരിക സൗഖ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഏറ്റവും മുറിവുണ്ടായ സന്ദർഭങ്ങൾ 2 നിങ്ങളോട് ഞാൻ പങ്കുവച്ചത്. അല്ലാതെയും ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതായത് മറ്റുള്ള വെറുപ്പ് അല്ലെങ്കിൽ മറ്റ് തിരസ്കരണം ഇങ്ങനത്തുള്ള എല്ലാം ഉണ്ടായ അവസരത്തിലെല്ലാം ആ ദിവ്യകാരണ സന്നിധിയിൽ പോയിരുന്നു കൊണ്ട് ആ ശരീരത്തിലേക്ക്, എൻ്റെ ആശയോടെ മുറിവിലേക്ക്, നിങ്ങൾക്കറിയാം വിശുദ്ധ സ്വീഡനിലെ ബ്രിജിത്തം പറഞ്ഞത് 5426 മുറിവുകൾ യേശുവിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്ന്. ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ്. ആ മുറിവുകളെ ഓരോന്നും നിങ്ങളത് വായിച്ചിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ. ഞാൻ എഴുതിയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആ 10 മുറിവുകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതെ പ്രിയമുള്ളത്, ഞാൻ പറയാൻ കാരണം എൻ്റെ സമയം 4 വരെയാണ് 4 വരെയാണ് 4 മണി വരെയല്ലേ? ഓക്കെ. അതുകൊണ്ട് എനിക്ക് ഇതിൽ ഈ 1 മണിക്കൂർ സമയത്തെ പ്രസംഗം നിങ്ങളോട് പറയുവാനുള്ളത് മക്കളെ ഓർമ്മല്ല. ഞാൻ വലിയൊരു പ്രഭാഷണം പറയാനല്ലായിരുന്നു വന്നത്. ഹൃദയത്തിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യായിരുന്നു. വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ആഴമായിട്ട് വിശ്വസിക്കുക. വെറുതെ വിശ്വസിച്ചാൽ പോരാ. അച്ഛന്മാരോ മത്രന്മാരോ എന്നും പറയട്ടെ, ആ റീത്ത് ഈ റീത്ത് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട്, അത് നോക്കണ്ട. നിങ്ങൾ അതിൻ്റെ കാതൽ കളയരുത്. ഏത് റീത്തിലായാലും ഓരോ അച്ഛനും പറയുന്നത് ഇതെൻ്റെ ശരീരം ആകുന്നു. അതേത് ഭാഷയെ പറഞ്ഞാലും അതിന് ചുറ്റും ഏത് പാട്ടും പാടിക്കോട്ടെ, അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞോട്ടെ കടന്നോട്ടെ, പ്രശ്നമല്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ മിസ് ചെയ്യരുതേ, അൽത്താരയിൽ അവൻ വരുന്നത് എന്തിന്? നമുക്ക് വേണ്ടി മരിക്കുവാൻ. ഓരോ ദിവസവും നമുക്ക് വേണ്ടി മരിക്കുന്ന ഈശോയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആ മരണം വഴിയുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് തരുവാൻ, നമ്മളെ ജീവിപ്പിക്കുവാൻ. അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഇതിനെ സ്നേഹബലി എന്ന് പറയുന്നത് അല്ലേ? പ്രിയമുള്ള, അതൊക്കെ വിവരിച്ച് പറയുന്നില്ല എങ്കിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് 2-3 ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്താനാണ്. ഔദ്യോഗികമായി നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം, കൈകൾ മാറോട് വെക്കാം. ഞാൻ പറഞ്ഞ ഏതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും വിശ്വാസം കിട്ടുമെങ്കിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്കറിയാം, ലൂർദിലും അത്ഭുതങ്ങൾ നടക്കുമ്പോൾ മാതാവല്ല അത്ഭുതം നടത്തുന്നത്, ഈശോ ആണ്. നമുക്കറിയാം, ദിവ്യകാരുണ്യ പ്രദർശന സമയത്താണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഇന്നും അത് തന്നെയാണ്. ഈശോ ദിവ്യകുർബാനയിൽ സന്നിഹിതനാണെന്ന് പിശാചിന് പോലും അറിയാം. നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ പിശാച് ആരാധകർ ദിവ്യോസ്തി കിട്ടാനായിട്ട് ശ്രമിക്കുന്നതും. യൂറോപ്പിൽ ഏറ്റവും വില കൂടിയ ഒരു സാധനങ്ങളിലൊന്നാണ്
അത് അച്ഛൻ കൂടാശ ചെയ്ത ഒരു ഓസ്തി. 1000 യൂറോ 2000 യൂറോ വരെ അതെ ആ സാത്താൻ ആരാധകർ കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട്. സന്ധാരാം എന്ന് പറയുന്ന സ്ഥലത്ത് 13-ാം നൂറ്റാണ്ടിൽ ഒരു മന്ത്രവാദി ഒരു സ്ത്രീയോട് പറഞ്ഞു, സന്ധാരാം എന്ന് പറഞ്ഞ പോർച്ചുഗലിലാണ്, അത് ഇതുപോലെ നീ കുർബാന കൈക്കൊള്ളുമ്പോൾ വായിൽ നിന്ന് എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അത് വായിലെടുത്തുകൊണ്ട് അവൾ മടി വെച്ചുകൊണ്ട് പോയി, ആരും കാണാതെ. പോയ വഴിയിലെല്ലാം ചോരയായിരുന്നു. ഭർത്താവ് ഈ ചോര കണ്ടുകൊണ്ട് പുറകെ ഭാര്യയുടെ കൂടെ ചെന്നപ്പോൾ മന്ത്രവാദിയുടെ അടുക്കെ ചെന്നു കഴിഞ്ഞു. പക്ഷെ കൊടുക്കാൻ സമയമാകുന്നതിന് മുമ്പ് ഭർത്താവ് അവളെ പിടിച്ച് നിർബന്ധമായിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. മടിക്കുത്തിൽ വെച്ചിരുന്ന വിശുദ്ധ കുർബാന എടുത്ത് വികാരിച്ചനെ വിളിച്ച് പള്ളിയിൽ കൊണ്ടുവച്ചു. അതെ, അത്ഭുതങ്ങൾ ധാരാളം നമ്മൾ കേൾക്കിട്ടുണ്ട്. ഈ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിച്ചത് നമ്മൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെയും ചില ആളുകൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ നാക്കിൽ അത് രക്തമായി മാറി, ശരീരമായി മാറിയതൊക്കെ നമ്മൾ കേട്ടു. നമ്മൾ എത്ര പേര് വിശ്വസിച്ചിട്ടുണ്ട്. ഒരു വിഷയമൊക്കെ സാങ്കേതികമായിട്ടും ശാസ്ത്രീയമായിട്ടും തെളിഞ്ഞിട്ടില്ലായിരിക്കാം. എന്നാൽ തെളിഞ്ഞ അത്ഭുതങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ഈശോയെ, വിശ്വാസം ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. യേശു ക്രിസ്തുവെന്നും ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തുവെന്നും ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. സ്വയം പൂജ്യമായി തന്നോടൊത്തു നിത്യം വസിച്ചിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.